നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. വെനസ്വേലയ്ക്ക് പിന്നാലെ അടുത്ത തീപ്പൊരി മിഡിൽ ഈസ്റ്റിലേക്കോ? ട്രംപിന്റെ വിരൽ ഇപ്പോൾ ഇറാനിലേക്കാണോ ചൂണ്ടുന്നത്? വാക്കുകൾ മാത്രമല്ല, ഭീഷണികൾ മാത്രമല്ല, ട്രംപ് നീങ്ങുന്നത് യുദ്ധത്തിലേക്കോ? അമേരിക്കയുടെ അടുത്ത ടാർഗറ്റ് ഇറാനാണോ? കൊളംബിയ, മെക്സിക്കോ, ക്യൂബ, ഗ്രീൻലാൻഡ് പ്രക്ഷോഭകരെ വെടിവെച്ച് വീഴ്ത്തിയാൽ അടുത്തത് ഇറാൻ. രാജ്യങ്ങളെ എണ്ണി എണ്ണി പറഞ്ഞുള്ള ട്രംപിന്റെ ഭീഷണി ലോക രാഷ്ട്രീയം വെടിയുണ്ടയുടെ ഭാഷയിലേക്കാണോ? ജനങ്ങൾ തെരുവിലിറങ്ങിയാൽ സാമ്രാജ്യം തോക്കെടുക്കുന്നു. ട്രംപിന്റെ അമേരിക്ക ലോകത്തിന് മേൽ കയറുന്ന സാമ്രാജ്യമാകുന്നുണ്ടോ? ഇറാൻ അതിന്റെ അടുത്ത ലക്ഷ്യമോ? മഡ്യൂറോയെ റാഞ്ചാൻ വെനസ്വേലയുടെ മണ്ണിൽ നിന്ന് ട്രംപിന് കിട്ടിയ നിശബ്ദ സഹായം, അതേ തന്ത്രം ഇറാന്റെ മണ്ണിൽ നിന്ന് കിട്ടുമോ? മഡ്യൂറോയ്ക്കെതിരെ വെനസ്വേലയിൽ പരീക്ഷിച്ച മോഡൽ ഇനി ഇറാനിലേക്കാണോ ട്രംപ് കൊണ്ടുവരുന്നത്? ട്രംപിന് മുന്നിൽ മഡ്യൂറോയുടെ വിധിയോ ഖമനേയിക്ക്? ലോകം ട്രംപിന്റെ അടുത്ത നീക്കത്തിലേക്ക് ആശങ്കയോടെ ഉറ്റുനോക്കുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. അമേരിക്കയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഇറാനോ മുന്നിൽ? പ്രൈം ഡിബേറ്റിൽ ശ്രീ നിർമ്മൽ എബ്രഹാം, ശ്രീ ഷാബു പ്രസാദ്, ശ്രീ മോഹൻ വർഗീസ്, ശ്രീ സജിമോൻ ആന്റണി എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ മോഹൻ വർഗീസ്, ട്രംപിന്റെ അടുത്ത ലക്ഷ്യം ഇറാനാണോ എന്ന ചോദ്യം ഇപ്പോഴും ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അതിനുള്ള സാധ്യത ഇപ്പോഴുണ്ടോ? പക്ഷേ ഇറാനിൽ ഇപ്പോഴും പ്രക്ഷോഭം തുടരുകയാണ്, ജനകീയ പ്രക്ഷോഭം. ശ്രീ മഞ്ജുഷ്, സാമ്രാജ്യത്വത്തിൻ്റെ 21-ാം നൂറ്റാണ്ടിലെ മുഖമായി മാറിയിരിക്കുകയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അതുകൊണ്ട് ഒരു അഭിനവ ചക്രവർത്തി എന്ന നിലയിൽ തന്നെ, എംപറർ ഡൊണാൾഡ് ട്രംപ് എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ തീരുമാനങ്ങളും ഈ അടുത്ത സമയത്ത് വന്നിട്ടുള്ളത്. സമാധാനത്തിൻ്റെ നൊബേൽ സമ്മാനം വാങ്ങാൻ തയ്യാറായിരുന്ന വ്യക്തി പുതിയ മേഖലകളിൽ യുദ്ധത്തിൻ്റെ വിത്തുകൾ പാകുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സീരീസ് ഓഫ് ആക്രമണങ്ങളാണ് ഇൻ ദ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത്. അതിൽ ഒരുപക്ഷെ ആദ്യത്തേതാണ് യഥാർത്ഥ സൈനിക കടന്നുകയറ്റത്തിൻ്റെ ആദ്യ ഏടായി വേണമെങ്കിൽ പറയാൻ സാധിക്കുന്നത്. തീർച്ചയായും വെനസ്വേലയിലാണ്. അതിനു മുൻപ് തന്നെ ഇറാൻ ബോംബിംഗ് നടത്തി എന്നത് വിസ്മരിക്കുന്നില്ല. ഇറാൻ്റെ ആണവ നിലയങ്ങൾ ഇറാൻ യുദ്ധകാലത്തെ അമേരിക്ക ബോംബ് ചെയ്താണ് ആ യുദ്ധം അവസാനിപ്പിക്കുന്നത്. പക്ഷേ പുതിയ ഒരു കൊളോണിയൽ അധിനിവേശ സംസ്കാരം വരികയാണ് ലോകത്തിൻ്റെ പല ഇടങ്ങളിൽ. അതിന് മുൻകൂട്ടി തന്നെ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു വെച്ചു, അധികാരം ഏറ്റെടുത്ത് കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്ത് അധികാരം ഏറ്റെടുത്തുകൊണ്ട് ട്രംപ് ലോകത്തോടായി പറഞ്ഞ കാര്യങ്ങളിൽ ഗ്രീൻലൻഡ് ഉണ്ട്, കാനഡ ഉണ്ട്, പാനമ കനാൽ ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് പല സ്ഥലങ്ങളുമുണ്ട്. അതിൽ ഒന്നൊന്നായി ഒരു വശത്ത് നിന്ന് പൊള്ളിച്ചാട്ടയ്ക്ക് തുടങ്ങുകയാണ് എന്ന് തോന്നാം. പക്ഷേ ഇപ്പോൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ഇറാനും, ഗ്രീൻലാൻഡിനെ നമുക്ക് മാറ്റി നിർത്താമല്ലോ. യൂറോപ്യൻ രാജ്യങ്ങളുടെ ശക്തമായ ഒറ്റക്കെട്ടായുള്ള ഒരു നീക്കം അതിനെ ചെറുക്കാനായിട്ടുണ്ടാവും. ഇതിനെല്ലാം ഒരു കോമൺ പാറ്റേൺ ഉണ്ട്. കാനഡ ഈസ് മിനറൽ റിച്ച്, ഗ്രീൻലൻഡ് ഈസ് ഐസ് ഉറഞ്ഞു കിടക്കുന്ന സ്ഥലമാണ്, പക്ഷേ എക്സ്ട്രീംലി ഹൈ ക്വാണ്ടിറ്റി ഓഫ് മിനറൽസ് ആൻഡ് മെറ്റൽസ് അതുള്ള സ്ഥലമാണ്. മഞ്ഞ് കൂമ്പാരമായ വലിയ ദ്വീപായ ഗ്രീൻലൻഡ് സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റഡ് ആണ്. അവിടെയുള്ള റഷ്യൻ ആധിപത്യം തകർക്കാൻ അമേരിക്കയ്ക്ക് അവിടെ സ്ട്രാറ്റജിക് ഫുട് ഹോൾഡ് വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതുകൊണ്ട് അമേരിക്ക പറയുന്നതിനകത്ത് അമേരിക്കയ്ക്ക് ഉള്ളിൽ ഒരു യുക്തിയുണ്ട്. അതുമാത്രമല്ല, മൺറോ ഡോക്ട്രിൻ്റെ ഒരു വിശാലമായ പതിപ്പ് ഇപ്പോൾ പറയുന്നത് ഡോൺ റോ ഡോക്ട്രിൻ എന്നാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ ഡോക്ട്രിനാണ്. 200 വർഷം മുൻപുള്ള 1823 മൺറോ ഡോക്ട്രിനെ ലോകവ്യാപകമായി ബാധിക്കുകയാണ്. അമേരിക്കയ്ക്കെതിരെ സ്ട്രാറ്റജിക് ത്രെട്ട് ഏത് ഭാഗത്തു നിന്ന് വന്നാലും, അത് ലാറ്റിൻ അമേരിക്കൻ ഭാഗം മാത്രമല്ല, എവിടെ നിന്ന് വന്നാലും അവിടെ കടന്നു കയറി തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കും എന്ന തീരുമാനത്തിലാണ്. അതിൻ്റെ ഭാഗമായി ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് വെനിസ്വേല എന്ന് പറയേണ്ടി വരും. കാരണം ക്വിക്ക് 30 മിനിറ്റിനുള്ളിൽ അമേരിക്ക പറയുന്നത് മുഖവിലേക്ക് എടുക്കാമെങ്കിൽ കേവലം 30 മിനിറ്റിനുള്ളിൽ തന്നെയാണ് ആ സൈനിക ഡെൽറ്റ ഫോഴ്സിൻ്റെ ഓപ്പറേഷൻ വെനിസ്വേലൻ തലസ്ഥാനമായ കാരക്കാസിൽ ആസൂത്രണമുണ്ടായിരുന്നു. മാസങ്ങളുടെ ആസൂത്രണം. CIA ഏജൻസ് മാസങ്ങൾക്ക് മുൻപ് തന്നെ, ഏതാണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസം തന്നെ വെനിസ്വേലയിൽ കടന്നു കയറി വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്ത് വെനിസ്വേലയിലെ സുരക്ഷാ സംവിധാനത്തിൻ്റെ മുഴുവൻ നിയന്ത്രണം അവർ ഏറ്റെടുത്തത് കൊണ്ട് മാത്രമാണ് പ്രസിഡന്റിൻ്റെ അറിവില്ലാതെ ഇതെല്ലാം സമാന്തരമായി നടന്നു. സമാനമായ രീതിയിൽ ഇറാനുള്ളിൽ, ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ഇറാനാണല്ലോ, ഇറാനുള്ളിലേക്ക് കടന്നു കയറി ഇസ്രയേൽ മുൻകാലത്തെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയതുകൊണ്ടാണ് ഇറാൻ്റെ ആണവ ശാസ്ത്രജ്ഞന്മാരെ അവിടെ വെച്ച് വധിക്കാൻ കഴിഞ്ഞത്, ചില മുൻ സൈനിക മേധാവിമാരെ വധിക്കാൻ കഴിഞ്ഞത്. സമാനമായ രീതിയിൽ അമേരിക്കയുടെ CIA
ഇറാനിൽ ഏറെക്കാലമായി പ്രവർത്തനത്തിൽ സജീവമാണ് എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് ഒരു ഗ്രൗണ്ട് ഇൻവേഷൻ എന്നത് അത്ര സാധ്യമാകുന്ന ഒരു കാര്യമല്ല, ക്ഷിപ്രസാധ്യമാകുന്ന കാര്യമല്ല. കാരണം ഇറാൻ ഒരു വലിയ രാജ്യമാണ്, ഒരുപാട് ബഹുഘാതം അകലെ കിടക്കുന്ന രാജ്യമാണ്, ജിയോ സ്ട്രാറ്റജിക്കലി വളരെ ബുദ്ധിമുട്ടാണ്, അമേരിക്കയുടെ ബാക്ക് യാർഡിൽ കിടക്കുന്ന ഒരു രാജ്യമല്ല. അമേരിക്കയ്ക്ക് ഏതാണ്ട് 9-ലധികം വിശാലമായ താവളങ്ങൾ പശ്ചിമ മേഖലയിലുണ്ട്, വെസ്റ്റ് ഏഷ്യയിലുണ്ട്. അവിടെ നിന്നും റൂട്ട് ചെയ്യാവുന്ന ഒരു മേഖലയാണ് ഇറാൻ. അതുകൊണ്ടാണ് തന്ത്രപ്രധാനമായ താവളങ്ങളുടെ കൂടുതൽ, അത് പാകിസ്ഥാൻ ഉൾപ്പെടെ പുതിയ താവളങ്ങൾ വേണമെന്ന് ട്രംപ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അടുത്ത ലക്ഷ്യം ഇറാൻ ആണ് എന്ന കാര്യത്തിൽ കാര്യമായ സജിമോൻ ആന്റണി ചേരുകയാണ് അമേരിക്കയിൽ നിന്ന്. ശ്രീ സജിമോൻ ആന്റണി, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും പുതിയ പ്രസ്താവനകൾ വന്നിട്ടുണ്ടോ ഇറാനിലെ ഇപ്പോഴത്തെ ഈ പ്രക്ഷോഭത്തെക്കുറിച്ച്? ഗുഡ് ഈവനിങ് മഞ്ജുഷ. ഇവിടെ നിന്നുള്ളൊരു റിപ്പോർട്ട് അല്ലെങ്കിൽ ന്യൂസ് എന്ന് പറയുകയാണെങ്കിൽ ഇറാൻ മാത്രമല്ല, മുമ്പേ ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ തന്നെ കൊളംബിയയും ക്യൂബയും ബ്രസീലും ഗ്രീൻലാൻഡും ഉൾപ്പെടെ അതെല്ലാം എയറിലാണ്. ഇപ്പം വളരെ ഹോട്ട് ടോപ്പിക് ആയിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. മെക്സിക്കോയും ഉണ്ട്. അപ്പൊ അതിനകത്ത് എന്താണ് നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഇവിടെ നിന്നൊരു ഇൻഡിപെൻഡന്റ് അനലൈസ് പറയുകയാണെങ്കിൽ 6 കാര്യങ്ങൾ കൊണ്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഒന്ന്, ഒരു പെട്രോ ഡോളർ വാർ തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ഉണ്ടായിരുന്നു. അത് നേരത്തെ തന്നെ 50 നമ്മൾ കണ്ടു, 2003 കണ്ടു, 2011 കണ്ടു. അത് ഇറാന്, ഇറാഖ്, ലിബിയ, ഇപ്പം വെനിസ്വേല, അങ്ങനെ ഒരു ഇതാണ്. രണ്ടാമത്തേത് ഹേറ്റ് അബൌട്ട് കമ്മ്യൂണിസം. കാരണം ഇവിടുത്തെ ഇലക്ഷന്റെ കാര്യത്തിനകത്ത് ഡെമോക്രാറ്റും റിപ്പബ്ലിക്കൻസുമായിട്ട് ഫൈറ്റ് വരുമ്പം എപ്പോഴും ഒരു വേർഡ് വളരെ എംഫസൈസ് ആയിട്ട് വരുന്നത് കമ്മ്യൂണിസം. ഇപ്പം ഫോർ എക്സാമ്പിൾ ന്യൂയോർക്കിൽ മംതാനി വിജയിച്ചിട്ടുണ്ട്. അപ്പം മംതാനി ഒരു കമ്മ്യൂണിസ്റ്റ് ആണ്, അദ്ദേഹം സോഷ്യലിസ്റ്റ് ആണ്, ലിബറൽ സോഷ്യലിസ്റ്റ് ആണ്, എന്നാൽ കമ്മ്യൂണിസ്റ്റ് ആണ് എന്നുള്ള രീതിയിലാണ് അവർ അദ്ദേഹത്തിന് എപ്പോഴും ആക്ഷേപിക്കാറുള്ളത്. മൂന്നാമത്തേത് ഒരു സൂപ്പർ പവറിന്റെ ഫുൾ ഡിസ്പ്ലേ ആണ്. അതായത് അമേരിക്ക ഒരു സൂപ്പർ മൈറ്റ് ആണ്. അപ്പൊ അതിന്റെ താല്പര്യങ്ങൾക്കെതിരെ ആര് വന്നു കഴിഞ്ഞാലും, അത് സഖ്യകക്ഷി ആണെങ്കിലും അയൽരാജ്യമാണെങ്കിലും, അവർക്ക് എതിരെ വരാനായിട്ട് അമേരിക്ക മടി കാണിക്കില്ല എന്നുള്ളൊരു ശക്തമായ ഒരു മെസ്സേജ് ആണ് ലോകത്തിന് കൊടുക്കാൻ ആഗ്രഹിച്ചത് ട്രംപ് വെനിസ്വേലയിൽ കടന്നു കയറിക്കൊണ്ടിട്ട്. മൂന്നാമത്തേത് ഫൈറ്റ് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് ആണ്. കാരണം ഇവിടെയുള്ള ഇന്റേണൽ ഇഷ്യൂ പറയുവാണെങ്കിൽ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത്, ഏകദേശം 1,10,000 ആൾക്കാർ മരിക്കുന്നത് ഡ്രഗ് അബ്യൂസ് കാരണമാണ്. അപ്പൊ അതിന്റെ ഒരു വലിയൊരു സോഴ്സ് എന്ന് പറയുന്നത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളാണ്. ട്രംപ് ആക്ഷേപിക്കുന്നത് വെനിസ്വേലയാണ്, എന്നാൽ ഫാക്ച്വലി കൊളംബിയയും മെക്സിക്കോയും ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്, ഡ്രഗ്സ് വരുന്നത്. അതിനുശേഷമാണ് വെനിസ്വേല വരുന്നത്. ഒരു വ്യത്യാസമുള്ളത്, ഒരു ഫെന്റനിൽ അഡിക്ഷനിലൂടെയാണ് 110,000-നകത്ത് മാക്സിമം ഡെത്ത് പോലെ വരുന്നതെങ്കിൽ വെനിസ്വേല അറിയപ്പെടുന്നത് കൊക്കൈൻ ആണ്. കൊക്കൈൻ മോസ്റ്റ്ലി ഗോയിങ് ടു യൂറോപ്പ് എന്നുള്ളതാണ് ഒരു ഫാക്ച്വൽ നമ്പേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം ഉള്ളത് അടുത്ത കാര്യം പറയേണ്ടത് ഒരു ഡിസ്ട്രാക്ഷൻ ഫ്രം എപ്സ്റ്റീൻ ഫയൽ അല്ലെങ്കിൽ ഇലക്ഷൻ ലോസ് എന്നാണ്. അതായത് കഴിഞ്ഞ ഒക്ടോബർ നവംബറിൽ നടന്ന ഇലക്ഷനിൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു പഞ്ചായത്ത് ഇലക്ഷന് പോലും റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു വസ്തുതയാണ്. വെനിസ്വേലൻ അധിനിവേശം, ട്രംപിന്റെ വെനിസ്വേലയിൽ കടന്നു കയറി പ്രസിഡന്റിനെ റാഞ്ചിയത്, ഇതിനെതിരെ അമേരിക്കയിലുള്ള ഇപ്പോഴത്തെ ഒരു വികാരം എന്താണ്? അതുപോലെ തന്നെ ട്രംപിന്റെ അടുത്ത പ്രസ്താവനകളിൽ വരുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ക്യൂബ തനിയെ തന്നെ ഇല്ലാതായിക്കോളും, പക്ഷേ മെക്സിക്കോയ്ക്കും കൊളംബിയയ്ക്കുമെതിരെയുള്ള അധിനിവേശം സാധ്യമാക്കാൻ അവിടെ നിന്ന് തന്നെ, അകത്തു നിന്ന് തന്നെയുള്ള പ്രശ്നങ്ങൾ ഉപകാരപ്പെടും എന്നുള്ളതാണല്ലോ. തീർച്ചയായും മഞ്ജുഷ, ക്യൂബ തനിയെ ഇല്ലാതാവുമെന്ന് പറയാനുള്ള റീസൺസ് ഇക്കണോമിക്കൽ റീസൺസ് ആണ്. ക്യൂബയുടെ എക്സിസ്റ്റൻസ് ഒരു പരിധി വരെ വെനിസ്വേലയെ ഡിപ്പെൻഡ് ചെയ്താണ് വരുന്നത്. അപ്പൊ വെനിസ്വേലയുടെ കൺട്രോൾ അമേരിക്കയുടെ കയ്യിൽ ആയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ അമേരിക്കയുടെ താല്പര്യമുള്ള ആൾക്കാർ അവിടെ ഭരണത്തിൽ ഇരുന്ന് കഴിയുമ്പോൾ ക്യൂബയ്ക്ക് അതിന്റെ ഒരു ഡയറക്റ്റ് ഇമ്പാക്ട് വരും എന്നുള്ള കാര്യം സംശയമില്ല. അതുകൊണ്ടാണ് ട്രംപ് പറയുന്നത് ക്യൂബ വിൽ ഫാൾ ഇറ്റ്സ് ഓൺ എന്നുള്ള രീതിയിൽ പറയുന്നത്. അതോടൊപ്പം ബ്രസീലും മെക്സിക്കോയും കൊളംബിയയുടെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ് വയലൻസിനെതിരെ ഒരു വലിയൊരു ഇത്, അത് മാത്രമല്ല ഇമിഗ്രേഷൻ പോളിസികൾ പോലും വളരെ ഒരു ശക്തമായ താക്കീത് ഈ 2 രാഷ്ട്രങ്ങൾക്കും ഉണ്ടായിരുന്നു. ആ 2 രാജ്യങ്ങളും ഒരു പരിധി വരെ ട്രംപിനെ അപ്പീസ് ചെയ്യാൻ നോക്കുന്നുണ്ട് എങ്കിൽ പോലും ഏത് ലെവലിലാണ് എന്നുള്ളത് ഇപ്പോഴും നമുക്ക് പറയാറായിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത എന്ന് പറയുന്നത്. ഇന്റേണലി പറയുവാണെങ്കിൽ അമേരിക്കയിൽ 100% അമേരിക്കക്കാരും ഈ ഒരു ട്രംപിയൻ പോളിസിയെ അല്ലെങ്കിൽ ട്രംപിയൻ സുപ്രീമസി ടൈപ്പ് ഉള്ള പോളിസിയെ അപ്രൂവ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു 65% ആൾക്കാരും അല്ലെങ്കിൽ 60% ആൾക്കാരും ഒപ്പോസ് ചെയ്യുകയാണ്. അതിന്റെ റിഫ്ലക്ഷനാണ് നമ്മൾ കഴിഞ്ഞ ഇലക്ഷനിൽ കാണുകയും ഉണ്ടായത്. എന്നാൽ ഒരു കാര്യത്തിൽ 100% ആൾക്കാർ അംഗീകരിക്കുന്നു. വെനിസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളസ് മഡൂറോ ഒരു ഏകാധിപതിയായ
ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു വർക്ക് ഒരു ഡ്രഗ് പ്രശ്നം ഇതായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ആ ഒരു കാര്യത്തിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും ഇൻഡിപെൻഡൻസും എല്ലാം ഏക സ്വരത്തിൽ പറയുന്നു അദ്ദേഹത്തിന് പുറത്തു കൊണ്ടുവരണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എന്നാൽ ഏത് രീതിയിലാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ അവർ തമ്മിൽ ഡിസ്പ്യൂട്ട് ഉണ്ട്, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഒരു പോയിന്റ് എനിക്ക് എടുത്തു പറയാനുള്ളത്, ഇത് ഇന്റർനാഷണൽ ലോ അല്ലെ UN ചാർട്ടർ അനുസരിച്ചിട്ട് ട്രംപിന്റെ ഈ ആക്ഷൻ കറക്റ്റ് ആണ് എന്നുള്ള കാര്യങ്ങളിൽ പോലും രണ്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ US സെനറ്റിൽ GOP സെനറ്റേഴ്സ് പറയുന്ന അതേ വേർഷനിലല്ല ഡെമോക്രാറ്റിക് സെനറ്റേഴ്സ് പറയുന്നത്. ഇനി ഇത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ മാത്രമായിരിക്കും, അല്ലെങ്കിൽ കോർട്ടിലായിരിക്കും പ്രൂവ് ചെയ്യാൻ പോകുന്നത് അതിനകത്ത് ഏത് പക്ഷമാണ് ലീഗലി കറക്റ്റ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു. വേറൊരു കാര്യം ഇവിടെ എടുത്ത് പറയേണ്ടത്, ഈ പറഞ്ഞ പെട്രോ വാർ അല്ലെങ്കിൽ ഈ ഫൈറ്റ് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് അല്ലെങ്കിൽ ഡെമോക്രസിക്ക് വേണ്ടിയുള്ള ഫൈറ്റ് എന്നൊക്കെ പറയുന്ന പോണൊക്കെ തന്നെ ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേർഡ് ആണ് ഫൈറ്റ് ഫോർ മിനറൽസ്. ആ ഒരു റീസൺ കാരണമാണ് ഗ്രീൻലാൻഡ് പിക്ചറിൽ വരുന്നത്. അല്ലെങ്കിൽ ഗ്രീൻലാൻഡ് നാറ്റോയുടെ ഭാഗമാണ്, നാറ്റോ അമേരിക്ക ഇതെല്ലാം ഒന്നാണ്. എങ്കിൽ പോലും ഒരു സഖ്യകക്ഷിക്കെതിരെ പോലും ഇന്നലെ തന്നെ ഒരു 5-6 തവണയെങ്കിലും ട്രംപിന്റെ വായിൽ നിന്ന് റിപ്പീറ്റഡ്ലി ഐ ലൈക്ക് ഗ്രീൻലാൻഡ് വേണം, ഗ്രീൻലാൻഡ് വേണം. ഒരു 12-15 വയസ്സുള്ള കുട്ടി പറയുന്ന പോലെ റിപ്പീറ്റഡ്ലി പുള്ളി പറയുന്നുണ്ടായിരുന്നു, ഒരു ആഗ്രഹം പുള്ളി പറയുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം ഗോയിങ് ബാക്ക് ടു വെനിസ്വേല, ഇവിടുത്തെ ഒരു റിപ്പോർട്ട് അനുസരിച്ചിട്ട് അവിടുത്തെ കഴിഞ്ഞ തവണ ഇലക്ഷൻ വിജയിച്ചു എന്ന് പറയുന്ന എല്ലാവരും അമേരിക്ക ഉൾപ്പെടെ മറ്റ് സഖ്യരാഷ്ട്രീയങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ പ്രതിപക്ഷമാണ് വിജയിച്ചത് എന്ന് പറയുന്നു, അതിന്റെ പ്രൂഫ് പറയുന്നു. എന്നാൽ അവര് ആ ഒരു ഓപ്പോസിഷൻ ലീഡറെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള കാര്യത്തിലും തർക്കങ്ങളുണ്ട്. അതേസമയം നോബൽ സമ്മാനം കിട്ടിയ ആൾക്കാരെയും കൊണ്ടുവരണം എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അവരൊക്കെ ട്രംപ് അഡ്മിനിസ്ട്രേഷനെ അപ്പീസ് ചെയ്യാൻ നോക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇറാന്റെ കാര്യത്തിൽ എന്തെങ്കിലും പുതിയ ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ ശ്രീ സജിമോൻ ആന്റണി? മഞ്ജുഷ്, എനിക്ക് ചോദ്യം, ഇറാന്റെ കാര്യത്തിൽ ഇറാനിലെ പ്രക്ഷോഭത്തെ കുറിച്ച് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ വരുന്നുണ്ടോ വൈറ്റ് ഹൗസിൽ നിന്ന്? എന്തെങ്കിലും പ്രതികരണങ്ങൾ? ഇവിടുന്നുള്ള റിപ്പോർട്ട് പറയുകയാണെങ്കിൽ ഇറാനിൽ ഒരു സ്ട്രൈക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ വരുന്നുണ്ട് എന്നുള്ളൊരു ഇൻഡിക്കേഷൻ ആണ് കിട്ടുന്നത്. അപ്പൊ അത് മുമ്പേ ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞത് ചെറുതായിട്ടൊന്ന് വിയോജിക്കുന്നു. കാരണം ഈവൻ ദോ ഇറാൻ അമേരിക്കയുടെ തീരത്തല്ല എങ്കിൽ പോലും അമേരിക്കയ്ക്ക് അല്ലെ ഇസ്രായേലിന് അത് സാധിക്കുമെന്ന് കഴിഞ്ഞ വർഷം ഒരു പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം നമ്മൾ ഈ ഒരു ജനുവരി ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നതായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇറാൻ ബെറ്റർ ആയോ അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റ്ലി അവരുടെ മിലിറ്ററി ഒന്നുകൂടെ ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒന്നുകൂടെ വീക്ക് ആവുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ വീക്ക് ആകുന്ന ഒരു രാജ്യത്തെ രണ്ടാമത് പോയി ഒരു അറ്റാക്ക് ചെയ്യാൻ, ഒരു ഡയറക്റ്റ് അറ്റാക്ക് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അവിടെയുള്ള ഓപ്പോസിഷൻ ലീഡേഴ്സിനെ ഇക്വിപ്പ് ചെയ്ത് കൊണ്ടിട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ, ആയുധങ്ങൾ അല്ലെങ്കിൽ സപ്പോർട്ടുകൾ ചെയ്ത് കൊണ്ടിട്ട് അവരുടെ ഒരു മോറൽ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് വിതിൻ ഇറാന് തന്നെ ഒരു അട്ടിമറി ശ്രമത്തിനുള്ള ഒരു ശ്രമം ഒരു പോസിബിലിറ്റിയും കാണുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെ സംഭവിക്കുമെന്നാണോ ഇറാനിൽ? അവിടെ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ അത് മുതലെടുത്തുകൊണ്ട് അമേരിക്കയുടെ അധിനിവേശം ഉണ്ടാകുവാനുള്ള സാധ്യത. ട്രംപ് ഓരോ ദിവസവും ആ മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. അവിടെ പ്രക്ഷോഭം നടത്തുന്നവർക്ക് നേരെ വെടിയുതിർത്താൽ അമേരിക്ക ഇടപെടുമെന്ന്. താങ്കൾ ഉടൻ തന്നെ അങ്ങനെ ഒരു ആക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ടോ? ട്രംപിന്റെ വാക്കുകൾ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ഓപ്പോസിഷൻ ലീഡേഴ്സിന് ഫൈറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്, ഡെമോക്രസിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാനുള്ള നിർമ്മലിലൂടെ പോവുകയാണ്. ശ്രീ സജിമോൻ ആന്റണി, ഒരു സെക്കൻഡ്. നിർമ്മൽ അല്ല, ഈ കേസിൽ കുറച്ച് ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞതിനോട് അനുകൂലിച്ച് കുറച്ച് പറയാം. അതായത് ഇറാന്റെ കേസിൽ ശരിയാണ്, ഇറാൻ വീക്കാണ്. പക്ഷെ എങ്കിൽ പോലും വെനിസ്വേലയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അത്ര പെട്ടെന്ന് ഒരു അറ്റാക്ക് നടത്താൻ ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഇപ്പൊ വെനിസ്വേല ഒരു അറ്റാക്കാണ്, ഒരു ഇൻവേഷൻ ഒന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ നേരെ പോയി അവരുടെ ലീഡറിനെ പിടിച്ച് കിഡ്നാപ്പ് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നു, കുറച്ച് ഡ്രഗ്സ് വിൽക്കുന്നു അല്ലെ ക്യാരി ചെയ്യുന്നു എന്ന് പറഞ്ഞ ബോട്ട്സ് നശിപ്പിച്ചു. ഇത്ര മാത്രം 1 മണിക്കൂറിലെ ഒരു ഓപ്പറേഷനാണ്. അപ്പൊ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാനിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. കാരണം ഒരു ലീഡറിനെ ബേസ് ചെയ്ത് നിൽക്കുന്ന ഒരു സിസ്റ്റം അല്ല. സുപ്രീം ലീഡർ ഉണ്ട്, അതിന്റെ താഴെ ക്ലറിക്കൽ ലീഡേഴ്സ് ഉണ്ട്, അതിന്റെ താഴെ IRGC എന്ന് പറയുന്ന എലീറ്റ് ഫോഴ്സുകളുണ്ട്, വലിയൊരു സെക്യൂരിറ്റി അപ്പാരറ്റസ് ഉണ്ട്. പിന്നെ വെനിസ്വേലയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പവർഫുൾ ആയിട്ടുള്ള, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള, വലുതായിട്ടുള്ള ഒരു മിലിറ്ററി ഉണ്ട്. അവരുടെ മിസൈൽ കേപ്പബിലിറ്റി ആയിക്കോട്ടെ, എയർ ഡിഫൻസ് കേപ്പബിലിറ്റി ആയിക്കോട്ടെ, അതൊക്കെ വെനിസ്വേലയേക്കാൾ ബഹുദൂരം മുന്നിലാണ്. കൂടാതെ പ്രോക്സികളും, ഹമാസും ഹൂത്തീസും ഹെസ്ബുള്ളയും പോലുള്ള പ്രോക്സികൾ, ഇവരൊക്കെ വീക്കാണ് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആയിരിക്കും. എങ്കിലും അമേരിക്കയ്ക്ക് പോസിബിൾ ആയിരിക്കും എന്ന് ശ്രീ സജിമോൻ ആന്റണി പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം പ്രൂവ് ചെയ്തു. പക്ഷേ പ്രശ്നം നടത്താൻ പറ്റൂല്ലയോ എന്നുള്ളതിലല്ല, പ്രശ്നം കിടക്കുന്നത് നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിലാണ്. ഇപ്പൊ വെനിസ്വേലയുടെ കേസിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ സൗത്ത് അമേരിക്കയിൽ അവിടെ അമേരിക്കയെ വല്ലാൻ അമേരിക്കയുടെ ഒരു ഏരിയ ആയിട്ട് തന്നെ പറയാം,
അപ്പൊ അവിടെ അതിനെ എതിർക്കാനായിട്ട് കാനഡയോ ഗ്രീൻലൻഡോ ചിലിയോ മെക്സിക്കോ കേപ്പബിൾ ആയിട്ടുള്ള ആരുമില്ല. ദൂരെ ഇരുന്ന് ചൈനയും റഷ്യയും സ്റ്റേറ്റ്മെന്റ്സ് പുറപ്പെടുവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇറാനിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകാൻ പോകുന്ന റിപ്പർക്കഷൻ ഭയങ്കരമാണ്. നമ്മളെയും ബാധിക്കും. അതായത് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ തവണ തന്നെ ഉണ്ടായപ്പോൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിന്റെ കാര്യം പറഞ്ഞു. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് വഴിയുള്ള ട്രേഡ് തടസ്സപ്പെടുന്നു. ആ തടസ്സം നമുക്ക് വിലക്കയറ്റമായിട്ട് ഇങ്ങോട്ട് വരുന്നു. ഓയിലിന്റെ കേസിൽ വിലക്കയറ്റം രൂക്ഷമായിരിക്കും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ ഇടപെടൽ ഉണ്ടായാൽ മിഡിൽ ഈസ്റ്റിൽ മൊത്തം പ്രശ്നത്തിലേക്ക് നയിച്ചു വിടാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ കേപ്പബിൾ ആണോ അമേരിക്ക ഇറാനിൽ ഒരു അറ്റാക്ക് നടത്താൻ? അതെ. പക്ഷെ അറ്റാക്ക് നടത്താൻ മുതിരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കോൺസിക്വൻസസ് ഇതിനേക്കാളും 10 ഇരട്ടിയാണ്. അതുകൊണ്ട് ഒന്നുകൂടെ ചിന്തിച്ചിട്ടേ ചെയ്യുള്ളൂ. ഇത് ഞാൻ കാണുന്നത് ഒരു വാർണിംഗ് ഷോട്ട് ആയിട്ടാണ്. നമ്മൾ പണ്ട് പ്രാവിനെ പേടിപ്പിക്കാൻ പടക്കം പൊട്ടിക്കുന്നതെന്ന് പറയുന്ന പോലെ ആദ്യം ഒന്ന് വെടി പൊട്ടിച്ച് കാണിക്കുന്നതാണ്. ട്രംപിനൊരു തോന്നൽ ഇപ്പൊ ഈ ചൈനയും റഷ്യയും ഒക്കെ ഈ തരത്തിലുള്ള ഇൻഫ്ലുവൻസ് മറ്റു രാജ്യങ്ങളിൽ ചെലുത്തുമ്പോൾ അദ്ദേഹം പറയാൻ ഒരു ഉപമിക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്യിലൊരു തോക്കുണ്ട്, അതിൽ ഉണ്ടയുണ്ട്, അത് വേണമെങ്കിൽ പൊട്ടിക്കുകയും ചെയ്യും എന്ന് പറയുന്നതിന് തുല്യമായിട്ട് അദ്ദേഹം ഒരു ഓപ്പറേഷൻ നടത്തി. അതിൽ അമേരിക്ക ബെനിഫിറ്റ് ചെയ്യുന്നു. ഇത് മറ്റുള്ളവർക്ക് ഒരു വാർണിംഗ് ഷോട്ട് ആയിട്ട് കാണിക്കുന്നു. അതായത് എനിക്ക് വേണമെങ്കിൽ പറയാൻ മാത്രമല്ല പ്രവർത്തിച്ച് കാണിക്കാനും അറിയാമെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ, അതനുസരിച്ച് നിന്നോ എന്നുള്ളൊരു വാർണിംഗ് ഷോട്ട് ആയിട്ടാണ് കാണുന്നത്. പിന്നെ കൊളംബിയയും ഗ്രീൻലൻഡിന്റെ ഒക്കെ ഗ്രീൻലൻഡിന്റെ കേസിൽ ഞാൻ ട്രംപിനെ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ഈ പറഞ്ഞ നെഗോഷിയേഷൻ ടാക്ടിക്സിൽ ഒരു വിദഗ്ധനാണ്. ഇപ്പൊ ഈ കാണിച്ച ഒരു ഭയത്തോടെ ഒരിക്കലും ഗ്രീൻലൻഡിനെ ടേക്ക് ഓവർ ചെയ്യാൻ അതിന് ശ്രമിക്കത്തില്ല. അത് വലിയൊരു മണ്ടത്തരവും. കാരണം ഗ്രീൻലൻഡ് ടെക്നിക്കലി ഡെൻമാർക്കിന്റെ ഭാഗമാണ്. അവിടെ കയറി അറ്റാക്ക് ചെയ്ത നേറ്റോയിൽ ഒരു അംഗത്തെ അറ്റാക്ക് ചെയ്യുന്ന പോലെയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെയും കോൺസിക്വൻസ് ഭയങ്കരമാണ്. അതിന്റെ ആവശ്യം അമേരിക്കയ്ക്കില്ല. പകരം ഈ ഓൾറെഡി അവിടെ മിലിറ്ററി ബേസ് എയർ ബേസ് അമേരിക്കയ്ക്കുണ്ട്. പിറ്റഫിക് എന്ന് പറഞ്ഞൊരു ബേസ് ഉണ്ട്. പക്ഷെ അത് പോരാ എന്ന് ട്രംപിനൊരു ഫീലിംഗ് കാണാം. അതുപോലെ മൈനിങ്ങിൽ നിന്ന് വെനിസ്വേലയുടെ ഓയിൽ റഷ്യക്കും ചൈനയ്ക്കും ഇറാനും കൊടുക്കില്ല എന്ന് പറയുന്നത് പോലെ ഗ്രീൻലൻഡിന്റെ റിസോഴ്സസ് ഭാവിയിൽ ഇവരെ ആരെയും കൊണ്ടും തൊടിക്കില്ല എന്ന രീതിയിൽ ഒരു കൺട്രോളും അങ്ങോട്ട് ആക്സസും ഒരു പക്ഷേ നിലവിലുള്ള സ്പേസ് എയർ ബേസ് ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ശ്രമം നടത്താനുള്ളൊരു നെഗോഷിയേഷൻ ആയിരിക്കാം ഇത് എന്നാണ് കരുതുന്നത്. അതേപോലെ കൊളംബിയയുടെ കേസാണെങ്കിലും ട്രംപ് പറയുന്നതിൽ കാര്യമുണ്ട് തീർച്ചയായിട്ടും. ഇപ്പം നേരത്തെ കൊക്കൈന്റെ കേസ് പറഞ്ഞു. കൊക്കൈൻ ഏറ്റവും കൂടുതൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് കൊളംബിയയിലാണ്. ഏകദേശം 67%, 2.5 ലക്ഷം ഹെക്ടർ കൊക്കോ ലീവ്സ് ആണ്, കൊക്കോ പ്ലാന്റ്സ് ആണ് കൃഷി ചെയ്യുന്നത്. അവിടുന്ന് ലോകത്തിന്റെ 70% കൊക്കൈനും അവിടെ നിന്നാണ് വരുന്നത്. അതിൽ കുറച്ച് അമേരിക്കയിൽ എത്തുന്നു എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ ഒരു രാജ്യത്തെ ആക്രമിക്കാൻ ട്രംപ് നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കൂടുതലും ഒരു പവർ മൂവ് ആയിട്ടാണ് കാണുന്നത്. ഇത് വെനിസ്വേലയോട് ഞാൻ ചെയ്തത് നിങ്ങളോട് എനിക്ക് ചെയ്യാൻ കഴിയും, ഞാൻ മടിക്കില്ല. ശരി, അങ്ങനെയുള്ള മുന്നറിയിപ്പാണ് ട്രംപ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ശ്രീ ഷാബു പ്രസാദ്, അലി ഖമേനി രാജ്യം വിടുമെന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്, സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയത്ത് തന്നെ അമേരിക്കയ്ക്ക് മറുപടിയും ഇറാൻ നൽകിയിട്ടുണ്ട്. ഇറാൻ പറയുന്നത് പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ അമേരിക്കയുടെ പങ്കുണ്ട് എന്ന കാര്യം സംശയിക്കുന്നു എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു ജനകീയ പ്രക്ഷോഭം എന്ന രീതിയിൽ ഇത് വളർന്നു വരികയും പ്രതിപക്ഷത്തിന് വലിയ പിന്തുണ അവിടെ കിട്ടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ പങ്ക് അവിടെ സംശയിക്കും. അതുതന്നെയാണ് ഇറാൻ ഭരണകൂടവും പറയുന്നത്. അലി ഖമേനിയെ ലക്ഷ്യമിട്ടുള്ള ട്രംപിന്റെ നീക്കമാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഇത്? അങ്ങനെയെങ്കിൽ ഒരു വലിയ വിപത്തിലേക്ക് കാര്യങ്ങൾ പോകുമല്ലോ. വെനിസ്വേലയിൽ നിന്ന് മഡുറോയെ തൂക്കിയെടുത്തുകൊണ്ട് പോയ പോലെ ഇറാനിൽ കടന്ന് എന്ന് അലി ഖമേനിയെ അങ്ങനെ കൊണ്ടുപോകാനൊന്നും കഴിയില്ല. ഒന്നാമത്തെ കാര്യം, ഇറാൻ വലിയ രാജ്യമാണ്. അതിൻ്റെ ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അതുമല്ല, അലി ഖമേനിയെ ലൊക്കേറ്റ് ചെയ്യുക എന്നത് പോലും വളരെ പ്രയാസമുള്ളൊരു കാര്യമാണിത്. അതിപ്പോൾ സിയൊക്കെ എത്ര വിചാരിച്ചാലും അതെല്ലാം നിരന്തര ലൊക്കേഷൻ മാറിക്കൊണ്ടിരിക്കുക. ഈ ഭീഷണിയൊക്കെ ഉള്ള കാരണം അങ്ങനെ ഇവിടുന്ന് റാഞ്ചിക്കൊണ്ട് പോവുക എന്നുള്ളത് പ്രായോഗികമായൊരു കാര്യമല്ല. എന്നാൽ ഈ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ അമേരിക്ക ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്നും പറയേണ്ടി വരും. ഒരു കാര്യമുണ്ടത്, ഈ കഴിഞ്ഞ ജൂണിലുണ്ടായ ആ കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ, ഇസ്രായേൽ ഇറാൻ, അതിനെ തുടർന്ന് അമേരിക്ക അവിടെ കൊണ്ടുവന്ന് മറ്റേ വലിയ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇട്ട് അവരുടെ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞല്ലോ. ആ ഒരു ആക്രമണത്തില് 2 ആഴ്ചയോളം നീണ്ടു നിന്ന ഇസ്രായേലിന്റെ വ്യോമാക്രമണം, പിന്നെ ഈ അമേരിക്കയുടെ ഈ ആക്രമണം, അവരുടെ ഇറാന്റെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ മുഴുവനും ഏതാണ്ട് തകർന്നു. ഏതാണ്ട് എല്ലാം, അതായത് ഇലക്ട്രിസിറ്റി, അങ്ങനത്തെ അത്ര ഭീകരമായ ആക്രമണമായിരുന്നു അത്രയും ദിവസം ഇസ്രായേലോടെ നടത്തിയത്. അതോടുകൂടി അന്ന് തന്നെ നമ്മൾ ഇവിടെ ഇരുന്ന് വലിയ ചർച്ചകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു റെജീം ചേഞ്ച് ആണോ ഇവർ ഉദ്ദേശിക്കുന്നത്, അത് കഴിഞ്ഞിട്ട് യുദ്ധം നിർത്തുകയുള്ളോ? തീർച്ചയായിട്ടും റെജീം ചേഞ്ച് അവരുടെ ഉദ്ദേശം തന്നെയായിരുന്നു. പക്ഷെ ഇതുപോലെ അല്ല എന്ന് മാത്രം. ഈ
ബേസിക് ഈ അടിത്തറ മുഴുവനും ഫിനാൻഷ്യലി, എക്കണോമിക്കലി, ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ഉള്ള എല്ലാ അടിത്തറയും തകർന്നു കഴിഞ്ഞപ്പോൾ വെറുതെ ഒന്ന് തള്ളിയാൽ വീണു പോകുന്ന ഒരവസ്ഥയിലായി ഈ ഇറാന്റെ എക്കണോമി എന്ന് പറയുന്നത്. അതിനെ തുടർന്ന് സ്വാഭാവികമായിട്ട് അവിടെ വലിയ പണപ്പെരുപ്പമുണ്ടായി, വിലക്കയറ്റമുണ്ടായി, ജനങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥ വന്നു. ഈ അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു സത്യത്തിൽ ആക്രമണത്തിന്റെ ഉദ്ദേശവും. ആ ലക്ഷ്യം അവർ സാധിച്ചിട്ടുണ്ട്. കാര്യം ഇനിയിപ്പം ഇറാനിലെ ശരിക്കും ഇവർ മാറി എല്ലാ ബാക്ക് സപ്പോർട്ടും കൊടുത്തും മാറി നിന്നാൽ മാത്രം മതി. ഈ അലി ഖമേനിയെ ചിലപ്പോൾ അവിടുത്തെ ജനങ്ങൾ തന്നെ കൈകാര്യം ചെയ്തു എന്ന് വരും. എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ റഷ്യയിലേക്കോ ചൈനയിലേക്കോ അയാൾ രക്ഷപ്പെടും എന്ന് പറയുന്നതെന്ന് പറഞ്ഞാല്, റഷ്യ ഇല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഇവിടുത്തെ ഉക്രൈൻ യുദ്ധവുമായിട്ട് അവർ ഓൾറെഡി എൻഗേജ്ഡ് ആണ്. ഇതിനിടയ്ക്ക് ദൂരെ നിന്ന് അപലപിക്കുക എന്നുള്ളതല്ലാതെ ഇതുപോലെ വലിയൊരു ഇന്റർനാഷണൽ കോൺഫ്ലിക്റ്റിൽ ചെന്ന് ഇപ്പോഴവർ തലവെക്കും എന്ന് തോന്നുന്നില്ല. ചൈന പിന്നെ അവരുടെ തടിക്ക് പിടിക്കുന്ന കാര്യമല്ലെങ്കിൽ പിന്നെ അവർ മാറി നിൽക്കുകയുള്ളൂ. അത് തൊടുക പോലും ചെയ്യില്ല. അവർ മാറി അവരുടെ എക്കണോമി, അവരുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷനെ എന്തെങ്കിലും കാര്യമായി ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരും പിന്നെ അതിൻ്റെ അധികം ഇടപെടില്ല. അതായത് ഇവിടെ ഇനി ഏതാണ്ട് മാറ്റർ ഓഫ് ടൈം, എനിക്ക് തോന്നുന്നത് അതാണ്, ഫ്യൂ ഡേയ്സ് ഓർ ഫ്യൂ വീക്സ് ആ ഇറാനിലെ ഭരണകൂടം സ്വാഭാവികമായി തന്നെ വീഴും. കാര്യം അതിനുള്ള പണിയൊക്കെ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ട് ഇവർ, അമേരിക്കയും ഇസ്രായേലും കൂടി ചേർന്ന്. അതിന് ഒരു മാത്രവുമല്ല, അതിന് ആ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളുടെ എല്ലാം പിന്തുണയുമുണ്ട്. കാര്യം ആ മിഡിൽ ഈസ്റ്റിലെ ഒറ്റ രാജ്യത്തിനും മറ്റുള്ള ഇറാനുമായിട്ട് അത്ര നല്ല ബന്ധത്തിലല്ല, ഇറാനായിട്ട് കണ്ടുകൂടാ. അങ്ങനെ എല്ലാ തരത്തിലും മണ്ണ് ഒരു റെജീം ചേഞ്ചിന് പറ്റുന്ന രീതിയിലും പാകമായി കിടക്കുന്ന ഒരു മണ്ണാണത്. ആ മണ്ണിൽ ഇനിയും കാര്യങ്ങൾ നടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് നടക്കും എന്ന് തന്നെയാണ് കാര്യം. പക്ഷേ അവിടെ ഒരു മിലിറ്ററി ആക്ഷന് അമേരിക്ക മുതിരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം അതിൻ്റെ ആവശ്യമില്ലാതെ അതിൻ്റെ ആവശ്യമില്ല, പിന്നെ അതത്ര എളുപ്പവുമല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു മണ്ടത്തരത്തിന് അവർ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ നമ്മളെല്ലാം പറയുമ്പോൾ ഒരു കാര്യം ഇവിടെ വളരെ ട്രംപും അമേരിക്കയും അവർ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നൊരു കാര്യം, ഇനിയും അവരുടെ ഉദ്ദേശം മറ്റു പലതുമാണെങ്കിലും പക്ഷെ അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ഈ ഡ്രഗ് മാഫിയയുടെ കാര്യം, ഈ കൊളംബിയ, മെക്സിക്കോ, ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, ഈ വെനിസ്വേല, ഇവിടുന്നാണ് ഇത്രയും ഭാഗത്തു നിന്നാണ് ഈ ലോകത്തേക്ക് പോകുന്ന മുഴുവൻ മയക്കുമരുന്നിന്റെയും 80-90% വരുന്നത്. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്, ഒരു വലിയ ഭീഷണി തന്നെയാണത്. പക്ഷെ അവർക്കത് പെട്ടെന്ന് നിർത്താനും കഴിയില്ല. കാര്യം അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം തന്നെ ഈ മയക്കുമരുന്ന് കച്ചവടമാണ്. ഏറ്റവും ഒടുവിൽ കൊളംബിയൻ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, കമോൺ ഗെറ്റ് മീ എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപിനെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണം നടക്കുകയാണെങ്കിൽ ശക്തമായ തിരിച്ചടി അമേരിക്കയ്ക്ക് നേരെ ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യമാണത്. കൊളംബിയൻ പ്രസിഡന്റ് പെട്രോ അദ്ദേഹം ഒരു മുൻ വിപ്ലവകാരിയാണ്, മുൻ ഗറില്ലയാണ്. അതേ രീതിയിൽ തന്നെയാണ് മറുപടിയും വന്നിരിക്കുന്നത്. പെട്രോയുടെ ഒരു ടിപ്പിക്കൽ ഒരു ഫൈറ്റിംഗ് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. തങ്ങളെ തൊട്ടാൽ ആ കളി തീക്കളി കട്ടായം എന്ന രീതിയിലുള്ള ഒരു ഇതാണ്. അദ്ദേഹം ആദ്യം തന്നെ ഈ ആക്രമണം വെനിസ്വേല എന്ന അയൽരാജ്യത്തുണ്ടായപ്പോൾ തന്നെ അതിർത്തികളിൽ ശക്തമായ സേനാവിന്യാസം, ഈ കൊളംബിയയുടെ സേനാവിന്യാസത്തിൻ്റെ ശക്തി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാവുന്നതിനുള്ള വളരെ ദുർബലമായ ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യം തന്നെയാണ്. കാരണം ഇറാനുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ ഒക്കുന്ന കാര്യമല്ല. പക്ഷേ അടുത്ത ടാർഗറ്റ് ഡ്രഗാണ് വിഷയമായി ഒരു തീമായി ട്രംപ് കൊണ്ടുവരുന്നത് എന്നതുകൊണ്ട് സമാനമായ രീതിയിൽ ഒരു പക്ഷേ വെനിസ്വേലയേക്കാൾ കൂടുതൽ ഡ്രഗ് കാർട്ടലുകൾ സജീവമായി പ്രവർത്തിക്കുന്നത് കൊളംബിയയിലാണ്. കൂടുതൽ ക്വാണ്ടിറ്റി ഓഫ് ഡ്രഗ്സിൻ്റെ ഉൽപ്പാദനവും വിതരണവും അവിടെ നിന്നാണ്. പക്ഷേ വെനിസ്വേല ഒരു ട്രാൻസിറ്റ് ഹബ്ബ് മാത്രമാണ്. അതുകൊണ്ട് കൊളംബിയ ഒരു ടാർഗറ്റ് തന്നെയാണ്, ഹോട്ട് ടാർഗറ്റാണ്. അതുപോലെ ക്യൂബയും ടാർഗറ്റാണ്. ഒരു പക്ഷേ ഒരു പാക്കേജ് എന്ന നിലയിലാണ്, ലാറ്റിൻ അമേരിക്കൻ പാക്കേജ് എന്ന നിലയിലാണ് ക്യൂബ, കൊളംബിയ ആൻഡ് വെനിസ്വേല, അതോടൊപ്പം തന്നെ മെക്സിക്കോയും കൂടി ചേർന്ന് കഴിയുമ്പോൾ അമേരിക്കയ്ക്കെതിരെ ഉണ്ടാകാൻ സാധ്യതയുള്ള നുഴഞ്ഞുകയറ്റങ്ങൾ, ഡ്രഗ്, ഇതുപോലുള്ളൊരു കാര്യങ്ങൾക്ക് പരിഹാരമായി. ഇവിടെ നോക്കൂ,
ആ രാജ്യങ്ങൾ അവിടെ ഡിവൈഡഡ് ആണ്. അമേരിക്കൻ ആധിപത്യം ഇവിടെ വരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ബ്രസീൽ ഉൾപ്പെടെയുള്ള ബ്രിക്സ് രാജ്യങ്ങൾ, ലോകത്താകമാനമുള്ള ബ്രിക്സ് രാജ്യങ്ങളിൽ ഇന്ത്യ നിഷ്പക്ഷത പാലിക്കുന്നു, ആശങ്ക രേഖപ്പെടുത്തുന്നു. കൊളംബിയയിൽ വെനിസ്വേലയിലെ ജനങ്ങളോടൊപ്പമാണ് ഇന്ത്യയുടെ മനസ്സ് എന്ന് പറയുന്നു. പക്ഷേ ഏകാധിപതിയായ ഏകാധിപതിയായ മഡൂറോയെ ഇന്ത്യ ഉൾക്കൊള്ളുന്നില്ല. അദ്ദേഹം അമേരിക്ക ചെയ്ത നടപടി ആ രീതിയിൽ ഓപ്പണായി അപലപിക്കുന്നതുമില്ല. പക്ഷേ ജനങ്ങൾ ശാന്തരായിരിക്കണം, അവിടെ വികസനം ഉണ്ടാക്കണം എന്നൊക്കെയുള്ള ഒഴുക്കൻ മട്ടിലുള്ള പറച്ചിലാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ബ്രിക്സ് രാജ്യങ്ങളിൽ ഇന്ത്യ ഒഴികെയുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ചൈന, റഷ്യ, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ, ഈ രാജ്യങ്ങൾ, അതോടൊപ്പം ഇറാൻ, പുതിയതായി ബ്രിക്സിൽ ചേർന്ന ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തീർച്ചയായും ഈ വിഷയത്തിൽ കാര്യമായ പ്രതികരണങ്ങൾ നടത്തിയതായി അറിയാം. അതോടൊപ്പം തന്നെ അർജന്റീന മാത്രമാണ് അമേരിക്കൻ ഒരു അധിനിവേശത്തെ അല്ലെങ്കിൽ ആക്രമണത്തെ അവിടെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിച്ച് ദക്ഷിണ അമേരിക്കയിലെ വേറിട്ട സ്വരമായി അർജന്റീന വരികയാണ്. അമേരിക്കൻ ആക്ഷൻ ആവശ്യമായിരുന്നു എന്ന മട്ടിലുള്ള പ്രതികരണമാണ്. അതുകൊണ്ട് വേൾഡ് ഈസ് ഡിവൈഡഡ്. ലാറ്റിൻ അമേരിക്കയിലെ ഭൂരിപക്ഷം രാജ്യങ്ങളും അതിന് എതിരായി നിൽക്കുന്നു. അതുകൊണ്ടാണ് ഒരു റെസിസ്റ്റൻസിന് സ്കോപ്പുണ്ട്. ഇവിടെ എന്നോട് ചോദിച്ച ചോദ്യം, കൊളംബിയയുടെ പ്രസിഡന്റ് ഉൾപ്പെടെ ഒരു ഫൈറ്റിംഗ് ഇൻസ്റ്റിങ്ക്റ്റിലാണ് നിൽക്കുന്നത്, ഒരു റെസിസ്റ്റൻസിൻ്റെ സ്കോപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ആ രീതിയിൽ ആംഡ് റെസിസ്റ്റൻസിനുള്ള സ്കോപ്പൊന്നും ഉണ്ടാവില്ല. പക്ഷേ ലോക്കൽ അമേരിക്ക വിരുദ്ധതയിൽ ഒരു റിച്ച് ആൻറ്റി അമേരിക്കനിസം, അതാണ് ലാറ്റിൻ അമേരിക്കയിലെ പൊതുവായ ഒരു ഐഡിയോളജിക്കൽ ചിത്രം. അത് ഒരുപക്ഷെ തുടരാൻ, മറ്റു രൂപത്തിൽ കൂടുതൽ ഗറില്ല ആക്ടിവിറ്റികൾ തുടരാൻ സാധ്യതയുണ്ട്. ഒരിക്കൽ പോലും അമേരിക്ക സൈനികമായി ബ്രസീൽ പോലെയൊരു രാജ്യത്ത് എങ്ങനെ സൈനികമായി ഇടപെടുന്നത്? വലിയ കാടുകളാണ്. വിയറ്റ്നാം പോലെ ചെറിയ രാജ്യത്ത് 4-5 പതിറ്റാണ്ടുകൾക്ക് മുൻപ് സൈനികമായി ഇടപെട്ടതിൻ്റെ ക്ഷീണം ഇപ്പോഴും അമേരിക്കയ്ക്ക് മാറിയിട്ടില്ല. അതുകൊണ്ട് സൈനിക ഇടപെടലൊന്നും ഉണ്ടാവില്ല. റെജീം ചേഞ്ച് എന്നതിലേക്ക് സാഹചര്യം ഒരുക്കി വെക്കുകയും കടുത്ത ഉപരോധത്തിലൂടെ ഇറാനിൽ സംഭവിച്ചത് അത് തന്നെയാണ്. കടുത്ത ഉപരോധത്തിലൂടെ സമ്പദ് വ്യവസ്ഥയെ മുട്ടുകുത്തിക്കുക. ഇറാനിൽ നോക്കൂ, 80%, 42% ഇൻഫ്ലേഷൻ. ഇറാനിയൻ കറൻസിയായ റിയാലിൻ്റെ മൂല്യം 80% ഒറ്റ വർഷത്തിനുള്ളിൽ കുറഞ്ഞു വന്നത്. ഫുഡ് ഇൻഡെക്സിൽ 70% ആഹാര സാധനങ്ങളുടെ വിലക്കയറ്റം. അങ്ങനെ വിവിധ സാധനങ്ങൾ കിട്ടാനില്ല, കിട്ടുന്നതിന് തീവിലയാണ്. അങ്ങനെയാണ് വ്യാപാരികൾ തെരുവിലിറങ്ങിയത്. ഡിസംബർ മാസം 28-ാം തീയതി വ്യാപാരികൾ തെരുവിലിറങ്ങി. പുറമെ വിദ്യാർത്ഥികൾ, ജെൻസി എന്ന രീതിയിലുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളും കൂടെ ഉണ്ടായി. ഇത് അനുകൂലമായ സാഹചര്യമായി കരുതിക്കൊണ്ട് ഓൾറെഡി ഹൈപ്പർ ആക്റ്റീവായ ഒരു പക്ഷേ CIA ആക്ടിവിറ്റീസ് ഇതുമായി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വികാരത്തെ ആഭ്യന്തരമായി ആളിക്കത്തിക്കുന്നു. അതുകൊണ്ട് സ്വന്തം വെയിറ്റിൽ തന്നെ ഇറാൻ വീഴും എന്നായിരിക്കണം ഇപ്പോൾ അമേരിക്കയുടെ താല്പര്യം. ശരി, ശ്രീ സജിമോൻ ആന്റണി, ഇത് തന്നെയാണല്ലോ സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നതും. അതല്ലാതെ ഇപ്പോൾ അധിനിവേശം എന്ന് പറയുമ്പോൾ സാമ്പത്തിക അധിനിവേശം ആയിക്കഴിഞ്ഞു, അതിലൂടെ ഇറാൻ വീഴുമെന്നുള്ള പ്രതീക്ഷ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതല്ലേ സംഭവിക്കുന്നത്? ഒരു പരിധിവരെ അത് തന്നെയാണ് എന്ന് പറയാൻ പറ്റും. കാരണം അധിനിവേശം എന്ന് പറയുമ്പോൾ ഇപ്പം വെനിസ്വേലയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ പോലും അമേരിക്ക ഫിസിക്കലി ആ ഗവൺമെന്റ് റൺ ചെയ്യുന്നില്ല. അവിടെയുള്ള പ്രസിഡന്റ് നിക്കോളാസ് മഡൂരോയുടെ എൻറ്റയർ ടീമിനെ മാറ്റിയിട്ടുമില്ല, അദ്ദേഹത്തിനെ എടുത്തുകൊണ്ട് പോകുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ് ഇപ്പോഴത്തെ ഇൻചാർജ്. മറ്റുള്ള കാര്യങ്ങൾ ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ കൺട്രോളിൽ കാര്യങ്ങളൊന്നും അവർ തന്നെ ഗവേൺ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പൊ അതേ ഒരു ലൈൻ ഓഫ് സ്ട്രാറ്റജി തിങ്ക് ചെയ്യുകയാണെങ്കിൽ ഇറാനിലും അത് വളരെ പോസിബിൾ ആണ്. എനിക്ക് മുമ്പ് പറഞ്ഞ ശ്യാമപ്രസാദ് ഒക്കെ പറഞ്ഞു മുടക്ക് തന്നെ ഇറാൻ വളരെ ഒരു വീക്ക് സ്റ്റേജിലാണ് ഇപ്പോൾ എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. കഴിഞ്ഞ വർഷം നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പം ആ ഒരു സമയത്ത് ഇറാൻ ഒന്നും കൂടെ മിലിറ്ററി അല്ലെങ്കിൽ ഇക്കണോമിക്കലി അല്ലെങ്കിൽ എന്ത് കാര്യത്തിലാണെങ്കിലും വളരെ മുന്നിലായിരുന്നു. അപ്പൊ അവിടെ നിന്ന് വളരെ ഒരു താഴേക്കുള്ളൊരു പോഴ്ച വന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. മിലിറ്ററിലി വന്നു, ഇക്കണോമിക്കലി വന്നു, ആൾക്കാരുടെ റിസെന്റിമെന്റില്, ഓപ്പോസിഷന്റെ റീഗ്രൂപ്പിംഗില്, അങ്ങനെ പല കാര്യങ്ങൾക്കും ഇപ്പോഴത്തെ ഒരു മണ്ണ് എന്ന് പറയുന്നത് ഖമേനിക്ക് അനുകൂലമാണ് എന്നുള്ള ഒരു അസസ്മെന്റ് ഇല്ല എന്നുള്ളത് അത് കറക്റ്റാണ്. ഓക്കെ, അപ്പം അങ്ങനെ വന്ന് കഴിയുമ്പം എങ്ങോട്ടേക്കാണ് ലോകം പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബെറ്റർ വേൾഡിലേക്കാണ് പോകുന്നത്, അതോ ഒരു ബാഡ് വേൾഡിലേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇനി വരുന്ന ദിവസങ്ങളും മാസങ്ങളും തെളിയിക്കൂ എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഇങ്ങനത്തെ ഇവിടെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇപ്പം മെക്സിക്കോയുടെ കാര്യം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെയുള്ള ലാറ്റിൻ അമേരിക്കൻ കൺട്രിയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവർക്കൊന്നും അമേരിക്കയെ ചെറുത്ത് നിൽക്കാനുള്ള ഒരു കേപ്പബിലിറ്റി മിലിറ്ററി വൈസ് ഇല്ല, ഇക്കണോമിക്കലി ഇല്ല. ആ ഒരു എന്താ പറയുന്നത് ഒരു അവരുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ പോലും ഇല്ല എന്നുള്ളതാണ്. കാരണം അവിടെയും ആരാണോ ഭരിക്കുന്നത് അവർക്ക് അതുപോലൊക്കെ തന്നെ വളരെ അഗ്രസീവായിട്ടുള്ള ഓപ്പോസിഷൻ ഉണ്ട്. ആര് ഭരിച്ചാലും അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പാകത്തിനുള്ള ഡ്രഗ് കാർട്ടൽസ് ഉണ്ട്.
ഒരു പരിധി വരെ വർഷങ്ങൾ അല്ലെ ദശാബ്ദങ്ങളായിട്ട് ഈ പല ലാറ്റിൻ അമേരിക്കൻ കൺട്രികളും ഗവേൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി സംബഡി ഈസ് ദേർ ആസ് എ പ്രസിഡന്റ് ഓർ പ്രൈം മിനിസ്റ്റർ, ബട്ട് ആക്ച്വലി ഹു ഈസ് കൺട്രോളിംഗ് കാർട്ടൽസ് ആണ് റൺ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം അങ്ങനെയുള്ള ഒരു കോണ്ടെസ്റ്റിൽ നമ്മൾ ചിന്തിക്കുകയാണ് എങ്കിൽ ഈ ഒരു വെനിസ്വേലയുടെ ഒരു ആക്ഷൻ വഴി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ലോകമാകമാനം കൊടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഇത് ബാലൻസ് ആയിട്ട് പോയിട്ടില്ലെങ്കിൽ ഇത് വളരെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. കാരണം എക്സ്പ്രസീവ്ലി ഇപ്പൊ ഗ്രീൻലാൻഡ് കാര്യം പറയുകയാണെങ്കിൽ ഗ്രീൻലാൻഡ് അമേരിക്കയുടെ ഒരു സഖ്യകക്ഷിയാണ്, ദശാബ്ദങ്ങളായിട്ട് നാറ്റോയുടെ ഒരു ഇന്നോവേറ്റീവ് പാർട്ടാണ്. അപ്പം ഗ്രീൻലാൻഡിനെ ആ ഒരു വെനിസ്വേലയുടെ സ്ട്രാറ്റജിയിൽ അല്ലെങ്കിൽ സൗത്ത് അമേരിക്കയുടെ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഇറാന്റെ സ്ട്രാറ്റജിയിൽ അങ്ങനെയുള്ള സംസാരങ്ങൾ വന്നു കഴിയുമ്പം ഇവിടെ അമേരിക്ക സഖ്യകക്ഷികളുടെ ഇടയിൽ തന്നെ ഒരു വിള്ളൽ ഉണ്ടാവുകയും ഒരു പരസ്പര വിശ്വാസമില്ലായ്മ വരികയും ചെയ്യും. അങ്ങനെ ഒരു സ്ട്രാറ്റജി അങ്ങനെ ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് അമേരിക്കയിലേക്ക് ലോങ് ടൈമിലേക്ക് നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അമേരിക്കയ്ക്ക് മിലിറ്ററി മൈറ്റ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്നുള്ള കാര്യം ശരിയാണ്. എന്നാൽ പോലും നമുക്ക് ലോകത്തിന് അമേരിക്കയോടുള്ള ഒരു വിശ്വാസം, പ്രത്യേകിച്ച് സഖ്യകക്ഷികൾക്ക് അമേരിക്കയോടുള്ള വിശ്വാസത്തിന് ഘാതം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ റിപ്പർക്കേഷൻ അടുത്ത 50 വർഷം കഴിഞ്ഞാലും റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കാര്യവും സത്യമാണ്. അതാണ് ഇവിടെയുള്ള ഓപ്പോസിഷൻ പാർട്ടിക്കാർ പറയുന്ന ഓപ്പോസിഷൻ ലീഡേഴ്സ് പറയുന്നത്. ഏതായാലും വളരെ സങ്കീർണമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഇറാനിൽ പ്രക്ഷോഭകാരികൾ എന്ന് പറയുന്നത് അതിൽ യുവാക്കളുണ്ട്, അതുപോലെ തന്നെ അവിടുത്തെ പ്രതിപക്ഷ കക്ഷികളുണ്ട്. ഈ തടയുവാനായിട്ട്, ഈ പ്രക്ഷോഭം തടയുവാനായിട്ട് ഇറാൻ ഭരണകൂടത്തിന് കഴിയുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയമുണ്ട്. ഇപ്പോൾ ടെഹ്റാന്റെ ശത്രുക്കളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതിരോധം തീർക്കുമ്പോഴും ഏത് രീതിയിൽ ഈ പ്രക്ഷോഭം ഇപ്പോൾ അടിച്ചമർത്തലിന്റെ പാതയിലാണല്ലോ, ദിവസേന മരണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എത്ര നാൾ ഇങ്ങനെ കൈകാര്യം ചെയ്യുവാൻ ഇറാൻ ഭരണകൂടത്തിന് കഴിയുമെന്ന ചോദ്യം ഇപ്പോഴുണ്ടല്ലോ. അതിനിടെയാണല്ലോ ഖമേനി രാജ്യം വിടും, റഷ്യയിൽ അഭയം തേടുമെന്നുള്ള വാർത്തകളും വരുന്നത്. അത് പ്രക്ഷോഭത്തിന്റെ ശക്തി കൂടുവാനല്ലേ ഉപകരിക്കുകയുള്ളൂ? ഇതിനു മുമ്പും ഇതുപോലത്തെ പ്രക്ഷോഭങ്ങൾ ഇറാനിലെ ഒരു നിരന്തര സംഭവമായിട്ട് വേണേൽ കാണാം. ഓരോ 5 വർഷം 10 വർഷം കൂടുമ്പോൾ ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു, അതിൽ അടിച്ചമർത്തുന്നു, ജയിലിലിടുന്നു, കൊന്നുകളയുന്നു, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഇത്തവണ നേരത്തെ എല്ലാ പാനലിസ്റ്റുകളും സൂചിപ്പിച്ച പോലെ ഒരു വ്യത്യാസം, ഇറാനും വീക്കാണ്. ലീഡറിന്റെ കേസ് താങ്കൾ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഫ്ലീ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള റൂമർ കേൾക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു ഡിഫീറ്റഡ് ഫ്ലീയിങ് ആണ് എന്നുള്ളത് തന്നെയാണ് അതിന്റെ പർപ്പസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് വർദ്ധിച്ചു വരിക. നേരത്തെ ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞ പോലെ ആരുടെയും ഇടപെടൽ ഇല്ലാതെ തന്നെ നാച്ചുറലി ആ റെജീം താഴെ പോകുമോ എന്നൊരു സംശയമുണ്ട്. പക്ഷെ ഇറാന്റെ കേസിൽ അത്ര പ്രഡിക്റ്റബിൾ അല്ല. കാരണം ഇതിനു മുന്നേയും ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 2022 ഹിജാബ് സമരം അല്ലേ, ആ സമയത്ത് സമാനമായിരുന്നു. മാത്രമല്ല അതില് ഒരു യുവതിയെ കൊന്നുകളഞ്ഞതിന്റെ പേരിൽ ലോകം മൊത്തം ഇവർക്കെതിരായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇസ്രായേലിന്റെ ഇത്രയും പ്രശ്നങ്ങൾ വന്നു. ഇസ്രായേലിന്റെ ഇടപെടൽ, യുദ്ധത്തിലുള്ള ഇവരുടെ ഇടപെടൽ, ഇതെല്ലാം വന്നിട്ട് ആ റെജീം നിന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു സ്ട്രെങ്ത് ഉണ്ട്. നമുക്ക് കാണാനോ അറിയാനോ സാധിക്കുന്നില്ല അത് എത്രമാത്രം വീക്കെൻഡ് ആയിട്ടുള്ളതെന്ന് ഉണ്ടെന്നുള്ളത്. നമ്മൾ സാഹചര്യ തെളിവുകൾ വെച്ചു അമേരിക്ക ചെയ്തതനുസരിച്ചും ഒക്കെ നോക്കുമ്പോൾ അവർ വീക്കാണ്. അതുകൊണ്ട് ഈ പ്രക്ഷോഭം കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ, സുപ്രീം ലീഡർ ഫ്ലീ ചെയ്താൽ അതൊരു ഡിഫീറ്റഡ് ഫ്ലീയിങ് ആണെന്ന് ഒരു നെഗറ്റീവ് സൈൻ ആയിട്ടും കണക്കാക്കാം. പക്ഷെ ആസ് ഓഫ് നോ അത് റൂമറായിട്ട് നിൽക്കുന്നത് കൊണ്ട്, ഈ പ്രക്ഷോഭങ്ങൾ നമ്മൾ എന്നും കണ്ടിട്ടുള്ളത് കൊണ്ടും അത് പറയാറായിട്ടില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. 2, അമേരിക്ക അത് ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അമേരിക്ക മറ്റു രാജ്യങ്ങളെ ആക്രമിക്കുമോ എന്നുള്ള ചോദ്യമുണ്ട്. ആക്രമിച്ചാലും എന്റെ ചോദ്യം, എന്താണ് ലോകം ചെയ്യാൻ പോകുന്നത്? എന്താണ് UN ചെയ്യാൻ പോകുന്നത്? എന്താണ് UN ജനറൽ അസംബ്ലിക്ക് ചെയ്യാൻ പറ്റുന്നത്? എന്താണ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന് ട്രംപിനെ ചെയ്യാൻ പറ്റുന്നത്? എന്താണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന് അമേരിക്കയെ ചെയ്യാൻ പറ്റുന്നത്? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഒരു സിസ്റ്റം, നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി ജീവിക്കുന്ന ഈ ലോകത്തിന്റെ റെഗുലേറ്ററി സിസ്റ്റം ഒന്നെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് അമേരിക്കയുടെ കൺട്രോളിലാണ്, അല്ലെങ്കിൽ ആ സിസ്റ്റം ഫ്ലോഡ് ആണ്. നമ്മൾ വർഷങ്ങളായിട്ട് ഇതിനു മുമ്പും പല ചർച്ചകളും പറഞ്ഞുകൊണ്ട്, യുഗോസ്ലേവിയയിലുള്ള ബോംബിംഗ് ആണെങ്കിലും ഇറാഖിന്റെ ഇൻവേഷൻ ആണെങ്കിലും നടന്ന യുദ്ധങ്ങളിലൊക്കെ തന്നെ ആരും ശിക്ഷിക്കപ്പെടാതെ പോകുന്നു, രക്ഷപ്പെട്ടു പോകുന്നു. പ്രത്യേകിച്ച് ഈ പറയുന്ന പെർമനന്റ് 5 മെമ്പേഴ്സിൽ 3 പേര്, അമേരിക്ക ആയിക്കോട്ടെ, റഷ്യ ആയിക്കോട്ടെ, ചൈന ആയിക്കോട്ടെ, അമേരിക്കയുടെ സഹായത്തോടെ ഇസ്രായേൽ ആയിക്കോട്ടെ. അപ്പൊ അതുകൊണ്ട് നാളെ ഇത് സംഭവിച്ചെന്ന് വിചാരിക്കുക, ഇതുപോലത്തെ ചർച്ചകൾ ഉണ്ടാവും. അങ്ങും ഇങ്ങും വരുന്ന യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി പോയി 195 രാജ്യങ്ങളും അല്ല 190 രാജ്യങ്ങളും ഇതിനെ അപലപിക്കും എന്നല്ലാതെ എന്ത് ആക്ഷനാണ് നടക്കുക? അത് ശ്രീ സജിമോൻ ആന്റണി പറഞ്ഞതായിട്ട് ഏറെക്കുറെ അംഗീകരിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു തിൻ ലൈനാണ്. ട്രംപ് നോക്കുന്നത് ഒരു ടാക്ടിക് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇതൊരു പരിധി വിട്ട് പോയി കഴിഞ്ഞാൽ മറുവശത്ത് ചൈനയും, കാരണം പഴയ പോലെ യൂണിപോളാർ വേൾഡ് അല്ല, മൾട്ടിപോളാർ വേൾഡ് ആണ്. അപ്പൊ അവിടെ ചൈനയും റഷ്യയും എന്ത് കാണിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ഒരു നിലയിലേക്ക് ഇതിനെ എത്തിച്ചു കഴിഞ്ഞാൽ ലോകത്തെ മൊത്തം ബാധിക്കുന്ന രീതിയിൽ അത് പോയേക്കാം. പക്ഷെ ആസ് ഓഫ് നൗ വെനിസ്വേലയിൽ
ഒരു ടെമ്പററി ഓപ്പറേഷൻ ആയിട്ടും ഒരു വാർണിംഗ് ഷോട്ടായിട്ടും കാണുവാണെന്നുണ്ടെങ്കിൽ ഒരു താൽക്കാലിക ആശ്വാസം എന്നുള്ള നിലയ്ക്ക് നിൽക്കും. ഇറാന്റെ കേസ് അവർ തന്നെ കൈകാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാച്ചുറലി അമേരിക്കയ്ക്ക് അവിടെ ഇടപെടൽ വരില്ല. പിന്നെ റെജീം ചേഞ്ചിന്റെ കാര്യം ഇവിടുത്തെയും കൂടെ ഷോർട്ടായിട്ട് പറഞ്ഞിരുന്നത്, റെജീം ചേഞ്ചിന്റെ കേസിൽ ഇപ്പൊ നിയമം അനുസരിച്ച് ഉടനെ തന്നെ മറ്റൊരു ഇലക്ഷൻ വരുമെന്ന് കരുതുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉള്ള സൂചന എന്ന് പറഞ്ഞാൽ 2024 വെറും 1.5 വർഷം മുന്നേ നടന്ന ഇലക്ഷനിൽ 67% വോട്ടോടെ, അത് റൂമർ അല്ല, അത് ഡോക്യുമെന്റഡ് ആണ്. വാഷിംഗ്ടൺ പോസ്റ്റ്, ട്രംപിനെ പലപ്പോഴും പ്രതികൂലിച്ച് വാർത്തകൾ എഴുതുന്ന വാഷിംഗ്ടൺ പോസ്റ്റ് പോലും പുറത്തുവിട്ടതാണ്. യഥാർത്ഥ പ്രസിഡന്റ് മഡൂറോ അല്ല, യഥാർത്ഥ പ്രസിഡന്റ് എഡ്മണ്ടോ ഗോൺസാലസ് ആണെന്നും അദ്ദേഹത്തിന് 67% വോട്ട് കിട്ടിയെന്നുള്ളത് എല്ലാ വോട്ടിംഗ് മെഷീനിലും ടാലി എടുത്ത് പരിശോധിച്ചതാണ്. എന്നിട്ട് അതിനെ മറികടന്ന് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കേണ്ടില്ല, അതൊക്കെ ഫേക്ക് ന്യൂസ് ആണ്, മദൂരോ തന്നെയാണ് എന്ന് പറഞ്ഞ് മദൂരോയുടെ സ്വന്തം ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കുകയും മദൂരോ അവിടെ പ്രസിഡന്റായിട്ട് കയറുകയും ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് ജനങ്ങള് നമ്മൾ ഈ കണ്ട ആഘോഷങ്ങൾ, അവിടെ മദൂരോയെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോയപ്പോഴത്തേക്ക് അമേരിക്കയിൽ ആളുകൾ സന്തോഷിക്കുന്നതിൽ ഇരട്ടിയാണ് വെനിസ്വേലിയൻസ് ഒരുപാടെങ്കിലും സന്തോഷിച്ചത്. അതുകൊണ്ട് റെജീം ചേഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ എഡ്മണ്ടോ ഗോൺസാലസ് ഇപ്പൊ സ്പെയിനിലാണ്, മരിയ മച്ചാഡെ ആണോ എഡ്മണ്ടോ ഗോൺസാലസ് ആണോ എന്നുള്ളത് കണ്ടറിയണം. ഒരു ഇലക്ഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിലവിലുള്ള പാർട്ടിക്ക് സാധ്യതയില്ല എന്ന് വേണം കഴിഞ്ഞ വർഷത്തെ കണക്ക് വെച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ. ശരി, ശ്രീ ഷാബു പ്രസാദ്, ഇതേ അവസ്ഥ തന്നെ ഇറാനിലും ഉണ്ടാവുമോ എന്നുള്ളതാണ്. ഇതേ സന്തോഷം ഇറാനിൽ അലയടിക്കുമോ ഈ റെജീം ചേഞ്ച് വന്നാൽ? അത് വെനിസ്വേലയുടെ പോലെ ഇറാനിൽ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുകയില്ലല്ലോ. അപ്പൊ എന്തായാലും ഇറാനിൽ ഒരു റെജീം ചേഞ്ച് ഇന്നോവേറ്റബിൾ ആണ് എന്നുള്ള കാര്യത്തിൽ എന്ന് വേണം നമുക്കിപ്പോൾ അനുമാനിക്കാൻ. ഇപ്പൊ എന്തായിരിക്കാം അങ്ങനെ ഒരു സിറ്റുവേഷൻ സംഭവിക്കാൻ പോകുന്നത്, എന്തായിരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഒബ്സർവേഷൻ ആണ് പറയുന്നത്. അമേരിക്ക ഇവിടെ നമ്മുടെ ഇന്ത്യയുടെ പരിസരത്ത് അല്ലെങ്കിൽ ഈ ഗൾഫ്, അവിടെ പാകിസ്ഥാൻ, അങ്ങനെ ആ ഏരിയയിൽ, ആ ജിയോഗ്രാഫിക്കൽ ലൊക്കേഷനിൽ ഒരു വലിയ സൈനിക താവളം ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവര് ഈ പാകിസ്ഥാനുമായിട്ടും പാകിസ്ഥാൻ സൈനിക മേധാവിയായിട്ടൊക്കെ അവര് ട്രംപ് ഒരു ചർച്ച നടത്തിയതും അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചതുമൊക്കെ. ഇറാനിൽ ഒരു റെജീം ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അമേരിക്കയുടെ ഒരു പാവ ഭരണകൂടമോ അല്ലെങ്കിൽ അവരെ അമേരിക്ക കൈയച്ച് സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ഭരണകൂടമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ ഭരണകൂടം ഔദ്യോഗികമായി ഞങ്ങൾക്ക് സംരക്ഷണം ആവശ്യമുണ്ട്, അമേരിക്കയുടെ സൈനിക സംരക്ഷണം ആവശ്യമുണ്ട് എന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ഇറാനിൽ അമേരിക്കയുടെ വലിയ ഒരു സൈനിക താവളം, സൈനിക സാന്നിധ്യം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് ഒരു കാര്യമുണ്ട്, ഒരു തരത്തിൽ ഇന്ത്യക്ക് അതിൻ്റെ അകത്തൊരു ഗുണമുണ്ട്. അങ്ങനെ ഇറാനിൽ അത് വന്നു കഴിഞ്ഞാൽ, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ട്രംപിന് പിന്നെ പാകിസ്ഥാനെ ആവശ്യമില്ല. ട്രംപിന് പാകിസ്ഥാനെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാം. കാര്യം ഏകദേശം ആ സെയിം ജിയോഗ്രാഫിക്കൽ ലൊക്കേഷനിൽ ട്രംപ് എന്താണോ, അമേരിക്ക എന്താണോ ആഗ്രഹിച്ചത് അത് അവർക്ക് അവിടെ ലഭിക്കും. ഇങ്ങനെ ഒരു സംഭവത്തിന് എന്തായാലും ഇറാനിൽ സാധ്യതയുണ്ട്. അത് ഇറാനിൽ മാറുന്ന ഒരു റെജീം, മാറുന്ന ഭരണകൂടം ആവശ്യപ്പെട്ടതനുസരിച്ച് അവിടെ ചിലപ്പോൾ ഖത്തറിലുള്ളതുപോലെയും സൗദിയിലുള്ളതുപോലെയും മിഡിൽ ഈസ്റ്റിൽ പലയിടത്തും ഉള്ളതുപോലെയും ബഹ്റിനിലുള്ളതുപോലെയുമുള്ള ഒരു വലിയ സൈനിക താവളം ഇറാനിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഇങ്ങനെ ഒരു ഗുണമുണ്ടാവും. കാര്യം പിന്നെ ഇവർക്ക് പാകിസ്ഥാനെ ആവശ്യമില്ല. പിന്നെ മറ്റൊന്ന്, നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ട്രംപ് വെറുതെ എന്തായാലും ഇത് ട്രംപിന്റെ അവസാനത്തെ ചാൻസ് ആണ്. ട്രംപ് ഒരു 4 വർഷം ഭരിച്ചൊരു ഇത്രയും കാലം ഒരുപാട് പ്രസിഡന്റുമാർ വന്നു. അവരിൽ ഒരാളായി വൺ അമംഗ് ദ ക്രൗഡായി പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. അയാൾക്ക് അമേരിക്കയുടെ ചരിത്രത്തിൽ വലിയ ഒരു സ്ഥാനം ആവശ്യമുണ്ട്. ഇപ്പൊ എബ്രഹാം ലിങ്കനെ പോലെ, ഹാരി എസ് ട്രൂമാനെ പോലെ, ജോൺ എഫ് കെന്നഡിയെ പോലെ, ജിമ്മി കാർട്ടറെ പോലെ, അങ്ങനെ അമേരിക്ക ഉള്ള കാലത്തോളം ഓർമ്മിക്കപ്പെടുന്ന രീതിയിലുള്ള കുറച്ച് മൈൽ സ്റ്റോൺ തനിക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ട്രംപ്. അതിനുവേണ്ടി ഇപ്പോൾ ഈ വെനിസ്വേലയിലുള്ള ഈ സംഭവം, അത് ശരിക്കും അമേരിക്കയെയും ഒരുപക്ഷെ ലോകത്തിലെയും മയക്കുമരുന്നിന്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് മോചിപ്പിച്ച ഒരു മിശിഹയുടെ ഇമേജ് സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം അതിൻ്റെ അകത്തുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാകും. അത് സാധിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ അത് എത്രത്തോളം സാധിക്കുമെന്നുള്ളത് നമുക്കറിയില്ല. ഇങ്ങനെ ട്രംപിന്റെ ഈ സ്വകാര്യമായ മോഹങ്ങളും ഇതിൻ്റെ അകത്ത് വർക്കൗട്ട് ആവുന്നുണ്ട്.
അതായത് അഖണ്ഡ അമേരിക്ക എന്നുള്ള സ്വപ്നമാണ് ട്രംപിൻ്റേത്. അതിലാണ് ലോകത്തിലുള്ള ആശങ്ക. ഒരു പൂച്ചക്കുട്ടിയെ പോലെ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ രക്തം ചീന്താതെ എടുത്തുകൊണ്ട് വരിക, ഇതൊക്കെ മുൻപ് സംഭവിക്കാത്ത കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ട്രംപിന്റെ സ്വപ്നം ഇപ്പോൾ ഗ്രീൻലൻഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ പെട്ടെന്നൊരു ഭൂപടം തന്നെ കൊണ്ടുവരികയാണ്. അമേരിക്കൻ പതാകയുള്ള ഗ്രീൻലൻഡിന്റെ ഭൂപടവുമായി വരിക, മേക്ക് ഇറാൻ ഗ്രേറ്റ് അഗെയിൻ എന്നുള്ള തൊപ്പിയുമായിട്ട് വരിക. ഇതൊരു ഭ്രാന്തൻ ചിന്തകളിലേക്ക് പോവുകയാണല്ലോ. അതെ, അതേ പറഞ്ഞു. പക്ഷെ അതൊന്നും നടക്കുന്ന കാര്യമില്ല എന്ന് ട്രംപിനും വളരെ നന്നായിട്ട് അറിയാം. അതായത് ഈ അമേരിക്കയില് ഒരു കാര്യമുണ്ട്. അമേരിക്ക എന്ന് പറയുമ്പം ഈ പല രാജ്യങ്ങളിൽ നിന്ന് വന്ന, അങ്ങനെ കുടിയേറി വന്ന, അവിടെ വന്ന ഒരു ജനതയാണത്. അവർക്ക് അങ്ങനെ വലിയ ഒരു ഹിസ്റ്ററിയോ അല്ലെങ്കിൽ ഒരു ദേശീയ അമേരിക്ക എന്നുള്ള വലിയൊരു ദേശീയ ബോധം ആ രീതിയിൽ ഉണ്ടാക്കുന്ന ഇപ്പൊ ഇന്ത്യയെ പോലെ അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകൾ അമേരിക്കയിൽ കുറവാണ്. അവിടെ അങ്ങനെയൊന്നും ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് ഈ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നൊക്കെയുള്ള ഇങ്ങനെയുള്ള മുദ്രാവാക്യങ്ങളൊക്കെ മുമ്പോട്ട് വെച്ച് അവിടുത്തെ ജനങ്ങൾ, എനിക്ക് ശ്രീ റജിമോൻ ആന്റണി അത് ക്ലിയർ ചെയ്യട്ടെ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഉള്ള പറയുകയാണ്, അവിടുത്തെ ജനങ്ങൾക്ക് അമേരിക്ക എന്ന ഒരു വലിയ വികാരം ഇപ്പം ഭാരതത്തിൽ ഇന്ത്യയിലൊക്കെ ഉള്ളതുപോലെ അങ്ങനെ ഒരു വികാരമൊക്കെ അമേരിക്കയിലെ സാധാരണ ജനങ്ങൾക്കുണ്ടോ? ഇല്ല, നേരത്തെ സജിമോൻ ആന്റണി അത് പറഞ്ഞിരുന്നു. അത് അങ്ങനെ കരുതുന്നത് പോലെ ഇല്ല എന്നുള്ളതാണ് അല്ലേ ശ്രീ സജിമോൻ ആന്റണി? ട്രംപിന്റെ ഈ നീക്കങ്ങൾക്കുള്ള പിന്തുണ കുറയുകയാണല്ലോ. അതാണല്ലോ സമീപകാല ഇലക്ഷനുകളിൽ പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാകുന്നതും, റിപ്പബ്ലിക്കൻ പാർട്ടിക്ക്. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ഷാബു പ്രസാദ് പറഞ്ഞ ആദ്യത്തെ പോയിന്റിനോടും മൂന്നാമത്തെ പോയിന്റിനോടും എനിക്ക് വിയോജിക്കണം. ആദ്യത്തെ പോയിന്റ് ഇറാന്റെ കാര്യം പറഞ്ഞതിനകത്ത് ഞാൻ ഇവിടെ നോക്കി കാണുമ്പം സിറിയയിൽ എന്ത് സംഭവിച്ചോ, ബഷാർ അൽ അസാദിന് എന്താണ് സംഭവിച്ചത് കഴിഞ്ഞ വർഷം അതോ കഴിഞ്ഞ മുമ്പത്തെ വർഷമാണ് ചെയ്തത്. അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരു സ്ട്രാറ്റജിയിലേക്കാണ് ഇറാന്റെ കാര്യം പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ പോയിന്റിനോട് ഞാൻ യോജിക്കുന്നു. കാരണം ട്രംപ് വെറും ഒരു പ്രസിഡന്റ് ആയിട്ട് ഇറങ്ങിപ്പോകാനുള്ള താല്പര്യത്തിലല്ല. അദ്ദേഹത്തിന്റെ ഐഡിയോളജിയും ആശയവും ഉള്ള ഒരാളാണ്. ചില ആശയങ്ങൾക്ക് നമുക്കൊക്കെ വിയോജിപ്പ് കാണും, എന്നാൽ അദ്ദേഹം വിചാരിക്കുന്നത് അതാണ് റൈറ്റ് എന്നുള്ള രീതിയിൽ പോകുന്നതാണ് എന്നുള്ള ഒരു കാര്യത്തിൽ സംശയമില്ല. മൂന്നാമത്തെ പോയിന്റിൽ അമേരിക്കക്കാർക്ക് അമേരിക്കൻ എന്നുള്ളൊരു സെന്റിമെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്സല്യൂട്ട്ലി എവരിബഡിക്ക് ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇന്ത്യക്കാർക്ക് എങ്ങനെയുണ്ട് അതുപോലെ അമേരിക്കൻസിനുണ്ട്. അത് ഏത് രാജ്യത്തിനും ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം പ്രത്യേകിച്ചും അമേരിക്കയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളൊക്കെ ട്രംപിനോടുള്ള വിയോജിപ്പ് കൂടുന്നുമുണ്ടല്ലോ. ഇല്ല മഞ്ജുഷ, അങ്ങനെ ഒരു വിയോജിപ്പ് ഏത് രാജ്യത്താണ് ഇല്ലാത്തത്? ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്റർ മോദി എടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും ഇന്ത്യയിലുള്ള 100% ആൾക്കാരും 1.5 ബില്യൺ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. നിശ്ചിതമായി പ്രൈം മിനിസ്റ്റർ മോദിയെ വിമർശിക്കുന്ന ആൾക്കാരില്ലേ? അപ്പൊ അതിന്റെ അർത്ഥം അവർക്ക് രാജ്യസ്നേഹം ഇല്ല, അല്ലെ കുറവ് എന്നുള്ളതല്ല. എന്ന് പറഞ്ഞ മുടക്ക് തന്നെ ഇവിടെയും അമേരിക്കയെ പൊതുവെ ബാധിക്കുന്ന ഒരു കാര്യം പറയുമ്പം ഇപ്പൊ ഈ പറയുന്ന ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും ഇൻഡിപെൻഡൻസും എല്ലാം ഒരേ കുടക്കീഴിൽ ഒരേ സ്വരത്തിൽ വരും. അങ്ങനെ ഒരു വന്ന പാരമ്പര്യമേ ഉള്ളൂ എന്നുള്ള ഒരു കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ട്രംപിന്റെ എല്ലാ പോളിസികൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്. അതിന് വേറൊരു ആംഗിളൂടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ അതായത് ഇന്ത്യയിൽ നമുക്ക് എന്തുമാത്രം അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടോ, അല്ലെങ്കിൽ മീഡിയയ്ക്ക് എന്തുമാത്രം അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടോ, അല്ലെ യുക്രൈനിൽ എങ്ങനെയുണ്ടോ, റഷ്യയിലുണ്ടോ അല്ലെങ്കിൽ ചൈനയിലുണ്ടോ എന്നതിനേക്കാൾ ഉപരി ഇവിടെ കുറെ കൂടെ അല്ല പരമാവധി ഫ്രീഡം ഉള്ള ഒരു കൺട്രിയാണ്. നമുക്ക് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിനോടോ അല്ലെങ്കിൽ റഷ്യൻ പ്രസിഡന്റിനോടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തെ പ്രസിഡന്റിനോട് പോയിട്ട് ഫ്ലൈറ്റിൽ പോയിട്ട് അവരുടെ ഒഫീഷ്യൽ വിസിറ്റ് പോയിട്ട് മയക്കി പിടിച്ചിട്ട് ഏതെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാൻ തന്റെ ഇടമുണ്ടോ? ഏതെങ്കിലും റിപ്പോർട്ടർക്ക് കാണുമോ? അതായത് നമ്മുടെ ഇവിടെ വൈറ്റ് ഹൗസിൽ വരുന്ന ഒരു പ്രസ് മീറ്റ് കഴിയുമ്പോഴത്തേക്കും ലോകത്തിലെ ഏത് നേതാക്കന്മാർ വന്നു കഴിഞ്ഞാലും പ്രസ് ഫ്രീഡം എന്ന് പറയുന്നത് ഇവിടെ അൺലിമിറ്റഡ് ആണ്. എന്നാൽ അതിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പെർഫെക്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. എന്നാൽ നമ്മൾ ഈ ഒരു സിറ്റുവേഷനെ മറ്റു രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അമേരിക്ക ബഹുദൂരം മുന്നിലാണ്. ആ ഒരു കോണ്ടസ്റ്റും കൂടെ നമ്മൾ എടുക്കണം എന്തെങ്കിലും മാത്രം നമുക്ക് ഒരു റിയാലിറ്റി ബേസ്ഡ് ഒരു അനാലിസിലേക്ക് വരാൻ പറ്റൂ എന്നൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ശരി, ശ്രീ മോഹൻ വർഗീസ്, ഇദ്ദേഹം പല സൂചനകളിലൂടെയാണല്ലോ കാര്യങ്ങൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. ട്രംപ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ തൊപ്പി മേക്ക് ഇറാൻ ഗ്രേറ്റ് അഗെയിൻ എന്നുള്ള തൊപ്പി ധരിച്ചു വരുന്നത് പോലെയുള്ള കാര്യങ്ങൾ അടുത്ത അധിനിവേശം എങ്ങോട്ടാണ്, അടുത്ത പിടിച്ചെടുക്കൽ എങ്ങോട്ടാണ് എന്നുള്ളതിന്റെ സൂചനകളാണല്ലോ അദ്ദേഹം നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് ശ്രീ മഞ്ജുഷ്, ഒരു ടിപ്പിക്കൽ ബിസിനസ്സുകാരൻ്റെ തന്ത്രമാണത്. ഒന്ന് കയറ്റി പറയുക, വില പറഞ്ഞു വെക്കുക. ആ വില അടുക്കുന്ന വിലയല്ല എന്നറിയാം. ഗ്രീൻലാൻഡിനൊക്കെ അദ്ദേഹം വില പറയുകയാണ്. ഇത് വില പറഞ്ഞു വെക്കുകയാണ്. വളരെ മുൻകൂട്ടി തന്നെ വില പറഞ്ഞു വെക്കുകയാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ അത് വിറ്റൊഴിയേണ്ട അവസ്ഥ വരും എന്ന് ബുദ്ധിമാനായ കച്ചവടക്കാരനറിയാം. ഒരു സ്ഥലം ഇങ്ങനെ വിൽക്കാതെ കിടക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതിനൊരു വില പറഞ്ഞു വെക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിന് വേറൊരു രീതിയിൽ അത് എങ്ങനെയെങ്കിലും കച്ചവടമാക്കാൻ കഴിയും എന്ന് പറയുന്നത് പോലെ വാങ്ങലിനും വിൽക്കലിനും ഇത് ബാധകമാണ്.
ഇവിടെ ഈ രീതിയിൽ തന്നെയാണ് വളരെ മുൻകൂട്ടി തന്നെ ട്രംപ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വളരെ മുൻകൂട്ടി തന്നെ പറഞ്ഞു വെച്ചു. അപ്പോൾ ലോകമെല്ലാം വിചാരിച്ചത് എന്താ? അദ്ദേഹത്തിൻ്റെ ഭ്രാന്തൻ ആശയങ്ങളാണ്, അദ്ദേഹം ചരിത്രത്തിലൊരു ഇടം നേടാൻ വേണ്ടി ചെയ്യുന്ന ചില കുതന്ത്രങ്ങളാണ്, ചില തന്ത്രങ്ങളാണ്, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? പക്ഷേ ഇത് ഓരോന്നോരോന്നായി നടക്കാവുന്നിടത്തോളം നടത്തിയെടുക്കുക എന്നത് ട്രംപിൻ്റെ ഒരു രീതിശാസ്ത്രമായി വന്നിരിക്കുന്നു. നോക്കൂ, യൂറോപ്യൻ കമ്മ്യൂണിറ്റിയുമായി അമേരിക്കയ്ക്ക് എക്കാലത്തും ചരിത്രപരമായ ബന്ധമുണ്ട്. യൂറോപ്പിൽ നിന്നാണല്ലോ പിൽഗ്രിം ഫാദേഴ്സ് പോയത്. ഈ ഫ്രീഡം തേടി പോയ ആളുകൾ, അത് ഇന്ത്യയിൽ നിന്ന് പോയതും ആഫ്രിക്കയിൽ നിന്ന് പോയതും ഒക്കെ തന്നെ പല വ്യത്യസ്തമായ കാരണങ്ങളാൽ പോയവരെല്ലാം ചേർന്ന് ഒരു മെൽറ്റിംഗ് പോട്ട് കൾച്ചർ എന്ന നിലയിൽ വിവിധ സംസ്കാരങ്ങൾ, വിവിധ നിറങ്ങളിലുള്ള മനുഷ്യർ, ഇവരെല്ലാം ഒന്ന് ചേർന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ദേശീയത ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട്. അത് അമേരിക്കയുടെ പ്രൈഡാണ്. അത് അങ്ങനെ ഒരു ദേശീയത ഇല്ല എന്ന് പറയാൻ ഒക്കില്ല. അമേരിക്കൻ നാഷണലിസം ഉണ്ട്, അവിടെ വിയോജിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഈ ദേശീയതയെ ആളിക്കത്തിച്ചുകൊണ്ട് അമേരിക്കയുടെ ഇൻട്രസ്റ്റ് ഇന്നതാണ് എന്ന് അമേരിക്കൻ ജനതയോട് കൃത്യമായി ട്രംപ് പറയുകയും അതിൽ നിന്നും തനിക്ക് ലാഭമുണ്ടാവുകയും തനിക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാവുകയും ചരിത്രത്തിൽ ഇടം പിടിക്കാൻ അവസരമുണ്ടാവുകയും അതേ സമയത്ത് തന്നെ അമേരിക്കയുടെ ഭൗതിക അവസ്ഥ മെച്ചപ്പെടും. റിസോഴ്സുകൾ കുറഞ്ഞു വരികയാണ്. അമേരിക്ക ഒരു പ്രൊഡക്ഷൻ ബേസ് അല്ലാതായി മാറിക്കഴിഞ്ഞു. അമേരിക്ക ഒരു കൺസ്യൂമർ സ്റ്റേറ്റായി മാറിക്കഴിഞ്ഞു. വലിയ അന്താരാഷ്ട്ര കടമാണ് അമേരിക്കയ്ക്കുള്ളത്. അതുകൊണ്ട് റിസോഴ്സസ് എവിടെ നിന്നെല്ലാം കിട്ടുമോ അവിടെ നിന്നെല്ലാം സോഴ്സ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ബിസിനസ്സുകാരനായ രാഷ്ട്രീയക്കാരനായ പ്രസിഡന്റിന് അനിവാര്യമായ ചിന്തയാണ്. ആ രീതിയിൽ തന്നെയാണ് ഓരോ ഇടത്തും. ഇപ്പം ചൈനയുമായി ഇണങ്ങിയും പിണങ്ങി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ചൈനയിൽ നിന്നും ഇപ്പോൾ റെയർ എർത്ത് അമേരിക്കയ്ക്ക് അത്യാവശ്യമുള്ള റെയർ എർത്ത് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇണങ്ങിയും പിണങ്ങി നിൽക്കുന്നത്. അതുപോലെ ഗ്രീൻലൻഡിൻ്റെ കാര്യത്തിൽ വിഭവങ്ങളാണ് സ്ട്രാറ്റജിക് കാര്യം ഒന്ന്, മറ്റൊന്ന് വിഭവമാണ്. അതുപോലെ ഇറാൻ്റെ കാര്യങ്ങളിൽ ഓയിൽ ഫീൽഡ് എവിടെ റിസോഴ്സ് റിച്ചായ എവിടെയെല്ലാം ഉണ്ടോ അവിടെ എല്ലാം തന്നെ നേരിട്ടും അല്ലാതെയും അമേരിക്ക ഇടപെടുന്നത് കാണാം. ഒന്നുകിൽ റെഷീം ചേഞ്ചിലൂടെ അനുകൂല ഭരണകൂടം ഉണ്ടാക്കി അവരുമായി ഭംഗിയായി കച്ചവടം. ഇതിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ ഇപ്പോൾ ഗ്രീൻലാൻഡും പാനമയും ഒക്കെ ഉൾപ്പെടുന്ന, കാനഡയും ഉൾപ്പെടെയുള്ള അഖണ്ഡ അമേരിക്ക എന്നുള്ള സ്വപ്നം ഒരു വശത്ത്, മറുവശത്ത് ഇറാനെ ലക്ഷ്യമിടുന്നത് മറ്റൊരു ഉദ്ദേശത്തിലാണ്. ഇത് രണ്ടും വ്യത്യസ്തമാണ്. ഇത് രണ്ട് ഈ കോണ്ടെക്സ്റ്റ് വ്യത്യാസമാണ്. അഖണ്ഡ അമേരിക്ക എന്ന് പറയുന്നത് വടക്കൻ അമേരിക്ക, തെക്കൻ അമേരിക്ക, അതിനിടയ്ക്കുള്ള മധ്യ അമേരിക്ക, സെൻട്രൽ അമേരിക്കൻ റീജിയൻ ആൻഡ് കരീബിയൻ, ഇതെല്ലാം ചേരുന്നതാണ് വിശാലമായ അമേരിക്കയുടെ ബാക്ക് യാർഡ് എന്ന് പറയുന്നത്. അതാണ് 1823 ഈ ഡോക്ട്രിൻ അനുസരിച്ച്, മൺറോ ഡോക്ട്രിൻ അനുസരിച്ച് ഇത് അമേരിക്കയുടെ ഫീഫ്ഡമാണ്. ഇങ്ങോട്ട് കയറി ആരും കളിക്കണ്ട. അതുകൊണ്ട് കൊളോണിയൽ ശക്തികൾക്ക് ഇവിടെ ഇനി സ്ഥാനമല്ല, ഇവിടെ ഇടപെടാൻ വരണ്ട. അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ചൈന ഉൾപ്പെടെ തന്നെ ചൈനയാണ് പ്രധാനമായും, വെനിസ്വേലയിലും കൊളംബിയയിലും ഒക്കെ ഹൈപ്പർ ആക്റ്റീവാണ്. ബിസിനസ് ഇൻട്രസ്റ്റ് കൊളംബിയയുടെയും വെനിസ്വേലയുടെയും ഒക്കെ കയറ്റുമതിയുടെ 80% ചൈനയിലേക്കാണ്. അതുകൊണ്ട് ചൈന അങ്ങനെ വളരണ്ട, ലാറ്റിൻ അമേരിക്കയുടെ ചെലവിൽ വളരേണ്ട. എണ്ണ വിൽക്കാൻ ഇടം തേടി പോവുകയാണെങ്കിൽ വേണ്ട, ഞങ്ങൾ എണ്ണ ഉൽപ്പാദിപ്പിക്കാം, അമേരിക്കൻ കമ്പനികളെ കടത്തിവിടൂ, വെനിസ്വേലയിലേക്ക് കടത്തിവിടൂ, ഞങ്ങൾക്കറിയാം നിങ്ങളുടെ എണ്ണ എക്സ്ട്രാക്ട് ചെയ്ത് ഉപയോഗിക്കാൻ അറിയാം, അതിൻ്റെ ഒരു വീതം അങ്ങോട്ട് തരും. അത് സന്തോഷമായി പിടിച്ച് അവിടുത്തെ ദാരിദ്ര്യം മുഴുവൻ മാറ്റിയെടുക്കുക. ഇത് വെനിസ്വേലയിലെ ജനങ്ങൾക്ക് തൽക്കാലത്തേക്ക് ആശ്വാസമായി തോന്നാമെങ്കിലും അവരുടെ ഒരു ലോങ് റോപ്പാണ് വെനിസ്വേലൻ ജനതയ്ക്ക് നൽകുന്നത്, കൊളംബിയൻ ജനതയ്ക്ക് നൽകുന്നത്. അത് അവരിപ്പോൾ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് പുതിയ രീതിയിലുള്ള ഒരു തരം കൊളോണിയലിസം, ഒരു തരം സാമ്രാജ്യത്വം, അത് നിയോ കൊളോണിയലിസം എന്ന് തുച്ഛീകരിച്ച് പറയേണ്ട കാര്യമില്ല. മറ്റൊരു രീതിയിലുള്ള ഒരു കൊളോണിയലിസം അവിടെ വന്നിരിക്കുന്നു. അത് ലോകത്താകമാനം സ്പ്രെഡ് ചെയ്യുന്നത് മറ്റ് രാജ്യങ്ങൾക്കും റഷ്യക്കും ചൈനയ്ക്കും ഭാരതത്തിന് പോലും അപകടകരമായ കാര്യമാണ്. മാറി ചിന്തിക്കേണ്ട സമയമായി എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ട് ഏത് രീതിയിലാണ് ഈ അമേരിക്കൻ ഹെഗിമണിയെ നേരിടേണ്ടത്? ഇപ്പോൾ ഇത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട സമയമാണോ? ഹിറ്റ്ലർ വളർന്നു വരുന്നൊരു സമയം നോക്കൂ. 1930-കളിൽ അയൽ രാജ്യങ്ങളെ പിടിച്ചെടുക്കുന്നു. 40-കളുടെ ആദ്യം രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയപ്പോൾ പലരും മാറി നിന്നു. പക്ഷേ ഹിറ്റ്ലർ അതിഭീമനായും വളർന്നതിൻ്റെ ദുരിതം ലോകമാസകലം അനുഭവിക്കേണ്ടി വന്നു. അതുകൊണ്ട് അപ്പീസ്മെൻറ്റ് പോളിസി, അമേരിക്കയെ അപ്പീസ് ചെയ്തുകൊണ്ട് തങ്ങളെ വെറുതെ വിടൂ, തങ്ങൾ സഹകരിക്കാം, ആ രീതിയിലാണ് രാജ്യങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നാളെ ഒരുപക്ഷെ ഈ രാജ്യത്തെ ജനതകൾക്ക് അവരുടെ ദേശീയത നഷ്ടപ്പെടും, അവരുടെ രാജ്യം തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അവിടെയാണ് ഒരു ബാലൻസിങ് ആക്ട് അവിടെ ആവശ്യമായി വരുന്നതാണ്. അതുകൊണ്ട് മാറി ചിന്തിക്കേണ്ട സമയം, ലോകം ചെറിയ രീതിയിൽ മാറി ചിന്തിക്കേണ്ട സമയമായി. ഐക്യരാഷ്ട്ര സംഘടനയൊന്നും ഇടപെടില്ല. അതുകൊണ്ടാണ് ബദൽ ഘടനകൾ ഉണ്ടാകണം. അതുകൊണ്ടാണ് G20 പുതിയ രൂപം ഉണ്ടാകണം.
ബ്രിക്സ് പോലെയുള്ള ഒരു പാരലൽ അറേഞ്ച്മെൻറ്റ്, ബാലൻസിങ് ആക്ട് എന്ന രീതിയിൽ വരണം. G20 അമേരിക്ക ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് ഒന്നും ചെയ്യാൻ എനിക്ക് തോന്നുന്നു വെനിസ്വേല ഉൾപ്പെടെ G20 അംഗമാണ്. അതുകൊണ്ട് G20 ഇനിയും കാര്യമായി ഒന്നും ചെയ്യാനാവില്ല. അതുകൊണ്ട് ബദലുകൾ $, വയബിളായ ഒരു കറൻസി സംവിധാനം വരണം. ഡോളർ അധിഷ്ഠിത വ്യാപാര ക്രമം പെട്ടെന്ന് മാറ്റാനാവില്ല എന്നറിയാം. എങ്കിലും ബദലുകൾക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടങ്ങണമെന്ന ഓർമ്മപ്പെടുത്തലാണ് ലോകത്തിന് ട്രംപിന്റെ ഈ ആക്രമണങ്ങൾ നൽകുന്നത്. ശരി, ദുർബൽ എബ്രഹാം, അവസാനമായിട്ട് ഇപ്പോൾ ഹിറ്റ് ലിസ്റ്റിൽ അമേരിക്കയുടെ ആരാണ് മുന്നിൽ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഇല്ലാതായി വരികയാണോ? ആരുമാകാം എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം, ഇറാൻ ഉൾപ്പെടെ, ഈ ഗണത്തിൽ ഏത് സമയവും ഉണ്ട് എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ ഒരു ലോകക്രമം. അല്ല, ഇറാന്റെ കേസ് നമുക്ക് അന്നും ഇന്നും അമേരിക്കയ്ക്ക് ഒരേ നിലപാട് തന്നെയാണ്. ഇപ്പൊ കൊളംബിയയുടെ ഒക്കെ കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കാണുന്നത് നേരത്തെ പറഞ്ഞ പോലെ കൊളംബിയ ആയിക്കോട്ടെ, ഗ്രീൻലാൻഡ് ആയിക്കോട്ടെ, എല്ലാം ഒരു നെഗോഷിയേഷൻ ടാക്ടിക് ആയിട്ട് കണ്ടാൽ മതി എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം വെച്ച് നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത്. രണ്ട്, ഇതിന്റെ ഒരു പ്രശ്നം ഈ ട്രംപ് ചെയ്യുന്ന കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ലെഗസി ടേമായി, ഇനി ഒരു ടേം ഇല്ല, അദ്ദേഹം ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യും. കുറെ കാര്യങ്ങൾ ക്യാമ്പയിനിൽ പറഞ്ഞിട്ടുള്ളതുമാണ്. അപ്പൊ അദ്ദേഹം ഈ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പല കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹം ക്യാമ്പയിൻസിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അമേരിക്കയ്ക്ക് പഴയ വിലയില്ല, നമ്മളെ പഴയതുപോലെ റെസ്പെക്ട് ചെയ്യുന്നില്ല, ചൈനയും റഷ്യയും വളർന്നു വന്നത് നിങ്ങൾ കണ്ടില്ലേ, കമ്മ്യൂണിസം വളരുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞാണ് ജനങ്ങളെ ഇത് ചെയ്തത്. പക്ഷെ ഇപ്പൊ അദ്ദേഹം അതിനൊരു മറുപടി എന്ന രീതിയിലാണ് ഇതിനെ മാറ്റിയെടുക്കുന്നത്. അതായത് ഈ പറയുന്ന റെജീം മാറ്റാൻ എനിക്ക് സാധിച്ചു, വേറെ രാജ്യത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ലീഡറിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ആ രാജ്യത്തെ മോചിപ്പിച്ചു, നമ്മുടെ രാജ്യത്തെ ആ വഴി ഡ്രഗ്സിൽ നിന്ന് മോചിപ്പിച്ചു, യുദ്ധം അവസാനിപ്പിച്ചു, വേണ്ടടുത്ത് ഞാൻ അവരുടെ ബാക്ക് യാർഡിൽ ബോംബിട്ടു എന്ന് പറഞ്ഞ് ഇറാനിൽ പോയി ബോംബിട്ടു എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിന് കുറെ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ഈ യുദ്ധം എന്ന് പറയുന്നത് നമ്മൾ ചരിത്രം നോക്കിയാൽ അറിയാം, ആരും ലോകമഹായുദ്ധം തുടങ്ങിയേക്കാം എന്ന് വിചാരിച്ച് 10 രാജ്യങ്ങൾ ഒരുമിച്ച് തുടങ്ങുന്നതല്ല യുദ്ധം. ഒരാൾ തുടങ്ങി, മറ്റേയാൾ കൂടി, അയാളുടെ സഖ്യകക്ഷികൾ കൂടി, അപ്പുറത്തെ ആളുടെ സഖ്യകക്ഷികൾ കൂടി, അങ്ങനെ ഈ ചെസ് കളിക്കുന്നതിനിടയിൽ ഒരു മിസ്റ്റേക്ക് വരുമ്പോൾ അങ്ങ് തട്ടി വീട് പൊട്ടിത്തെറിക്കുന്നതാണ് ഈ ലോകമഹായുദ്ധമായിട്ട് മാറുന്നത്. ഇവിടെയുള്ള ഡേഞ്ചർ നമ്മൾ ഒരു സമയത്ത് നമ്മൾ തന്നെ ന്യൂസ് 18 ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരേ സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും ഇസ്രായേലിലും ഇറാനും, അതേ സമയത്ത് ചൈന തൈവാന്റെ മേലിൽ കൂടെ എയർക്രാഫ്റ്റ് പറപ്പിക്കുന്നു. അപ്പൊ നമ്മൾ തന്നെ ഈ ചോദ്യം ചോദിച്ചാൽ 3ാം ലോക മഹായുദ്ധം ആണോ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെയുള്ള ഈ മൂവ്, ഓരോ മൂവ് ട്രംപ് നടത്തുമ്പോഴും അതിന് റിപ്പർക്കഷന് വേണ്ടി ചൈനയോ റഷ്യയോ മുന്നോട്ട് വരേണ്ടി വന്നാൽ അവിടെ ഈ പറയുന്ന സഖ്യകക്ഷി ചെസ്സിലുണ്ടാകുന്ന ഒരു മിസ്റ്റേക്ക് ആണ് യുദ്ധത്തിലോട്ട് നയിക്കുന്നത്. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. അറ്റ് ദ മൂമെന്റ് ഇപ്പൊ ട്രംപ് ചെയ്ത കാര്യം ഒരു പരിധി വരെ അമേരിക്കയിലുള്ള ഒരു അറ്റ്ലീസ്റ്റ് ഒരു 50% ആളുകളും അംഗീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ സപ്പോർട്ടേഴ്സും സപ്പോർട്ട് ഇല്ലാത്ത ഡെമോക്രാറ്റ്സ് പോലും കുറച്ചു പേരെങ്കിലും അംഗീകരിക്കുന്നു എന്ന് കാണുന്നു. വെനിസ്വേല, ഇനി ഒരു കാര്യമുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ഈ ചെയ്തത് ശരിയല്ല, തീർച്ചയായിട്ടും ബ്രീച്ചാണ്, ഇന്റർനാഷണൽ ലോയുടെ വയലേഷൻ ആണ്. പക്ഷെ ഈ 2 രാജ്യങ്ങളും, ഇറാൻ ആയിക്കോട്ടെ വെനിസ്വേല ആയിക്കോട്ടെ, ഈ ലീഡേഴ്സ് ഇരിക്കുന്നിടത്തോളം കാലം സ്ട്രഗിൾ ചെയ്യായിരുന്നു. അവരിപ്പോഴും കഷ്ടപ്പാടിലാണ്, പോവർട്ടിയിലാണ്, ഇൻഫ്ലേഷൻ സഹിക്കാൻ പറ്റുന്നില്ല, ഫുഡിന് വില കൂടുതലാന്ന് മാത്രമല്ല ഫുഡൊന്നും അവൈലബിൾ അല്ലാത്ത സിറ്റുവേഷൻസ് വെനിസ്വേലയിൽ ഉണ്ടായിട്ടുണ്ട്. സോ അതിൽ നിന്നൊരു മോചനം ആ ജനതയ്ക്ക് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ. നടന്നു, തീർച്ചയായിട്ടും വയലേഷൻ ആണ്. പക്ഷെ ഇനി ഒരു യുദ്ധത്തിലോട്ട് പോകുന്ന രീതിയിൽ ഒരു മൂവ് ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരിക്കുന്നതാണ് ലോകത്തിന് നല്ലത്. ശരി, നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ട്രംപ് ഇറാനെ ആക്രമിക്കുമെന്ന് 59% പ്രേക്ഷകർ, ഇല്ല എന്ന് 37%. പാർട്ടി അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.